ഒരിക്കൽ കൂടി സ്വാഗതം. മോർണിംഗ് വൈബ്സിലേക്ക് നമ്മൾ നേരെ പോവുകയാണ്. തൃശ്ശൂരിൽ അവിടെ മരത്താക്കരയിലാണ് വലിയൊരു തീപിടുത്തമുണ്ടായത്. ഫർണിച്ചർ ഷോറൂമിലാണ് തീ പിടിച്ചത്. പുലർച്ചെ 3:30 ആയിരുന്നു സംഭവം. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡാനി പോൾ ആണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഡാനിയിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യം ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വാർത്താ വിവരങ്ങളുമായി. ഡാനി, ഇതൊരു വലിയ ഫർണിച്ചർ കടയാണോ, അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന തരത്തിലുള്ള തീപിടുത്തമാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്താണ് വിവരങ്ങൾ? എൽദോ, പൂർണ്ണമായും തന്നെ അത് കത്തി നശിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ മരത്താക്കരയിലാണ്, ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ കടയുള്ളത്. ഇവിടെ അത് പൂർണ്ണമായും കത്തി നശിച്ച രീതിയിൽ തന്നെ ആയിരിക്കുന്നു. ഇതിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 5-ലധികം ഫയർഫോഴ്സ് അഗ്നിശമന സേനയുടെ യൂണിറ്റുകൾ അവിടെ എത്തുകയും വലിയ അവരുടെ നിരന്തരമായ ഒരു പരിശ്രമം ഉണ്ടാവുകയും ചെയ്തു. തൊട്ട് സമീപത്തേക്കെല്ലാം തീ പടരാതിരിക്കാനായിട്ട് വലിയ ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഫർണിച്ചർ ഷോപ്പ് അത് പൂർണ്ണമായും തന്നെ കത്തി നശിച്ച രീതിയിലാണ്. വലിയ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. എന്താണ് ഇതിൻ്റെ ഒരു തീപിടുത്തത്തിൻ്റെ ഒരു കാരണമെന്ന രീതിയിലേക്ക് ഇപ്പോഴും ഔദ്യോഗികമായിട്ട് അത് വ്യക്തമായിട്ടില്ല. കാരണം ഇത് ഇന്ന് പുലർച്ചെ സംഭവിച്ചതാണ്. ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാരണങ്ങൾ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലേക്ക് പൂർണ്ണമായും വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ദേശീയപാതയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. സമീപത്ത് മറ്റ് കടകളും കാര്യങ്ങളുമെല്ലാം തന്നെയുണ്ട്. ഇതുവഴി തീ പടർന്നതിനെ തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. അതിനെ തുടർന്നാണ് മറ്റ് യൂണിറ്റുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തത്. വളരെ പണിപ്പെട്ടാണെന്ന് പുലർച്ചയോടുകൂടി അത് തീ അണയ്ക്കാനടക്കം എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. വലിയ നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. പിന്നീട് മറ്റ് ഇടങ്ങളിലേക്കെല്ലാം തന്നെ പടരാതിരുന്നതെല്ലാം അഗ്നിശമന സേനയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു കാരണമെന്നതിനെ സംബന്ധിച്ചെല്ലാം അന്വേഷണം നടത്തേണ്ടി വരുമെന്ന് അഗ്നിശമന സേന രക്ഷാസേന അംഗങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഇവിടെ, വലിയ തീപിടുത്തമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. എന്തോ തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. ഡാനി, എന്തായാലും വളരെ പുലർച്ചെ നടന്ന ഒരു അപകടമായതുകൊണ്ട് തന്നെ ആളപായമില്ലാതെ രക്ഷപ്പെട്ടു, ആശ്വാസകരമാണ്. പക്ഷേ നമുക്കറിയാം, ഓണം സെയിലൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ഫർണിച്ചറുകളൊക്കെ എത്തിച്ചിരിക്കുന്ന, സ്റ്റോക്കൊക്കെ നിറച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. കടയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? സംശയമൊന്നുമില്ല. കാരണം ഇതായത് ഒരു ഉത്സവ സീസണിലേക്കാണ് കേരളം മൊത്തത്തിൽ തന്നെ കടന്നു പോകുന്നത്. അതിൽ വലിയ രീതിയിലുള്ള പർച്ചേസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ രീതിയിൽ എവിടെയായാലും അതെല്ലാം തന്നെ ദൃശ്യമാണ്, സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു ഉത്സവകാലം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സാധനങ്ങളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ തന്നെ ആ ഒരു ഫർണിച്ചർ ഷോറൂമിലേക്ക് സാധനങ്ങളെല്ലാം തന്നെ എത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ളൊരു തീപിടുത്തം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായ ആ പ്രതീക്ഷകളെല്ലാം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതാണ്. വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചിരിക്കുന്നു. അതിനേക്കാളും വലുത് എന്ന് പറയുന്നത് ആളപായത്തിലേക്കൊന്നും പോയില്ല എന്നതാണ്. പുലർച്ചെയുണ്ടായൊരു തീപിടുത്തമാണ്. അതുകൊണ്ട് തന്നെ ആളപായം അത്തരം കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വലിയ നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റൈറ്റ്. എന്താണെങ്കിലും വലിയൊരു നഷ്ടം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂർ മരത്താക്കരയിലാണ് ഈ വൻ തീപിടുത്തം ഉണ്ടായത്. ഒരു ഫർണിച്ചർ ഷോറൂം പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. അതെ. എൽദോ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പാപ്പനംകോട്ടുണ്ടായ തീപിടുത്തത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. പാപ്പനംകോട്ടെ ഇൻഷുറൻസ് ഓഫീസിൽ കത്തിക്കഴിഞ്ഞ മൃതദേഹം ആരുടേതെന്ന് ഉറപ്പിക്കാൻ പോലീസ് ഇനിയും ആയിട്ടില്ല. അതായത് ഒരു ജീവനക്കാരി മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഒപ്പം ഉണ്ടായിരുന്ന മൃതദേഹം അത് ആരുടേതാണ് എന്നുള്ളത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. DNA സാമ്പിളുകൾ അന്വേഷണ സംഘം ഇന്ന് ശേഖരിക്കും. കൊല്ലപ്പെട്ട വൈഷ്ണവിയുടെ സുഹൃത്ത് ബിനുവിന്റെ മൃതദേഹമാണിതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം News 18 തന്നെയാണ് ആദ്യമായി
ആദ്യമായി ഈ ഒരു വിവരം നമ്മളാണ് പുറത്തുവിടുന്നത്. അതായത് ഈ തീപിടുത്തത്തിൽ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ളത് നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രദേശവാസി നമ്മളോട്, അതെ എൽദോയോട് തന്നെയാണ് അല്ലെ അത് സൂചിപ്പിക്കുന്നത്, ഇത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വാക്കുതർക്കം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിൽ ഉണ്ടായ ഒരു തീപിടുത്തമാണോ എന്ന് നമുക്കിപ്പോൾ കരുതാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ തുടക്കത്തിൽ പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അല്ലേ ഡാൻ? ഗുഡ് മോർണിംഗ് എൽദോ, ആര്യ. തീർച്ചയായിട്ടും സൂചിപ്പിച്ച പോലെ പാപ്പനംകോട് ഇൻഷുറൻസ് ഓഫീസിൽ ഉണ്ടായ ഈ തീപിടുത്തത്തിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമായത് എന്നൊരു നിഗമനം ഇന്നലെ വൈകുന്നേരം തന്നെ വന്നിരുന്നു. അതിനുശേഷമാണ് അവിടെ നിന്ന് പരിശോധന നടത്തുന്നതിനിടയിൽ ഒരു കത്തി കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീടാണ് മറ്റു തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെട്ടത്. അതായത് ബോധപൂർവം വൈഷ്ണവിക്കെതിരെ നടന്ന ഒരു ആക്രമണമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അവിടെ തീയിടാനുള്ള സാധ്യത ഇതായിരുന്നു പോലീസിൻ്റെ പിന്നീടുള്ള അന്വേഷണ പരിധിയിൽ വന്ന കാര്യം. നമുക്കറിയാം വൈഷ്ണവിയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം ഒരു ദിശയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സുഹൃത്തായ ബിനു അവിടേക്ക് എത്തി. ബിനു ആണോ മറ്റൊരാൾ വൈഷ്ണവിക്കൊപ്പം കത്തിക്കറിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരാൾ വൈഷ്ണവിയുടെ സുഹൃത്തായ ബിനു ആണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. ആ വഴിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് DNA സാമ്പിളുകൾ അവർ ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ്, തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രദേശവാസികൾ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ അവിടെ വഴക്കുണ്ടായിട്ടുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന ചില മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ മൊഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും DNA പരിശോധന നടത്തുന്നതിന് ശേഷം ഈ കത്തിക്കറിയ നിലയിൽ കണ്ടെത്തിയ രണ്ടാമത്തെ ആളുടെ ശരീരം ഇത് ആരുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയും എന്നാണ് പോലീസും കരുതുന്നത്. അപ്പോൾ ഡാൻ, ഈ മരണകാരണം സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല എന്നാണ്. ഇനി എങ്ങനെയാണത്, ഈ നേരത്തെ ഒരു ആക്രമണം നടത്തി തീയിട്ടതാണോ എന്നുള്ള സംശയമുണ്ട്. അതല്ല പൊള്ളലേറ്റ് തന്നെയാണോ മരണം, ശ്വാസം മുട്ടിയാണോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ പരിശോധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വൈഷ്ണവിയെ കത്തികൊണ്ട് കുത്തിയതിന് ശേഷം പിന്നീട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനം ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്രമണമാണോ നടന്നത് എന്നതിനെക്കുറിച്ചാണ്, അങ്ങനത്തെ ഒരു സംഭവമാണോ ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നത്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുന്നു. കത്തി അവിടെ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം മറ്റേതെങ്കിലും തരത്തിൽ തീ ആളിപ്പടരാൻ സഹായിക്കുന്ന മറ്റെന്തോ അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ബിനുവിനെ, ഈ വൈഷ്ണവിയുടെ ഭർത്താവിനെ പിടികൂടാൻ കഴിയുന്നതോടെ, അയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്നതോടെ, അയാളെ ചോദ്യം ചെയ്യാൻ കഴിയുന്നതോടെ ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അതിനുശേഷം ബിനു അപ്രത്യക്ഷനാണ്. അവിടെയൊന്നും ബിനുവിനെ തേടിയെത്തിയ പോലീസ് സംഘത്തിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ മൊബൈൽ ഫോണിലും ട്രേസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിൻ്റെ കാരണം എന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ, അതിനെ ദുരൂഹത മറന്നിരിക്കുന്ന തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല കാരണമെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് പാപ്പനംകോട് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. റൈറ്റ്. എന്നാലും ആ കേസിൽ കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരാനുണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും കാത്തിരിക്കാം അതിനല്ലേ അറിയാം. തീർച്ചയായും ഇന്ന് എന്തായാലും അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ DGP MR അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ PV അൻവർ ഇന്ന് പാർട്ടിക്ക് പരാതി നൽകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിട്ട് കണ്ടാണ് പരാതി നൽകുക. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകാനാണ് കൂടിക്കാഴ്ച. അതേസമയം ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഡാൻ കുര്യൻ തുടരുന്ന തിരുവനന്തപുരത്ത്. ഡാൻ, ഇന്നലെ PV അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് ഔദ്യോഗികമായി പരാതി നൽകും എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ PV അൻവറിന്റെ ഒരു കോൺഫറൻസിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ ഒരുപാട് സംസാരിച്ചതാണ്. മുഖ്യമന്ത്രി കണ്ണൂരിട്ടെ എന്നൊക്കെ ആദ്യ നിഗമനം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം എന്തോ ഒരു കൊടുങ്കാറ്റ് മുമ്പുള്ള ശാന്തത എന്ന ഡാൻ തന്നെയാണ് ഇന്നലെ വിശേഷം നൽകിയത്. ഇന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഡാൻ? സ്വാഭാവികമായി ഒരേ സമയം പാർട്ടി തലത്തിലും
അതേസമയം സർക്കാർ തലത്തിലും ഈ രണ്ട് തരത്തിലും അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ MR അജിത് കുമാർ, ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളുടെ തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അരമണിക്കൂർ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഇന്ന് ഈ തെളിവുകൾ കൈമാറാൻ ഒരുങ്ങുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഇന്നലെ അദ്ദേഹം കൈമാറിയ പരാതിയുടെ പകർപ്പ് അദ്ദേഹം ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് കൂടി കൈമാറുന്നതോടെ പാർട്ടിക്കുള്ളിലും ഇത് സജീവ ചർച്ചയാക്കി മാറ്റാനുള്ള നീക്കമാണ്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് PV അൻവറിന്റെ ഈ നീക്കം എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് P ശശിക്കെതിരായ നീക്കം അത് പാർട്ടിയിൽ സജീവ ചർച്ചയാക്കി പാർട്ടിക്ക് അതീതമായി സ്വയം നിയന്ത്രിത കേന്ദ്രമായി P ശശിയും ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള സംഘവും മാറുകയാണ് എന്നൊരു ആക്ഷേപം അത് വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അതിനെ പാർട്ടി നേതൃത്വത്തിനിടയിൽ ചർച്ചയാക്കി മാറ്റുക എന്നൊരു നീക്കമാണ് ഇത്തരത്തിൽ കത്ത്, പരാതിയുടെ പകർപ്പ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറുന്നതിലൂടെ PV അൻവർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം PV അൻവറിന് പിന്നിൽ ആരാണ്? PV അൻവർ ആർക്ക് വേണ്ടിയാണ് സർക്കാരിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന പോലീസ് തലപ്പത്ത് വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ച ഈ നീക്കം നടത്തുന്നതിന് പിന്നിൽ PV അൻവറിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടോ? അതെന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതിനോടകം വ്യക്തത കൈവന്നിട്ടില്ല. പക്ഷേ PV അൻവർ എടുക്കുന്ന നിലപാടിന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പിന്തുണ ലഭിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ്, പ്രതികരണങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ആദ്യം വന്നത്. ഇന്നലെ LDF കൺവീനർ TP രാമകൃഷ്ണനും അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണം, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. അതുകൊണ്ട് അൻവർ നടത്തുന്ന ഈ നീക്കം അത് തനിച്ചല്ല, അതിന് പിന്നിൽ മറ്റാരൊക്കെയുണ്ട്, അത് വരും ദിവസങ്ങളിൽ മറനീക്കി പുറത്തു വരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അദ്ദേഹം ഈ പരാതി കൈമാറുന്നതോടെ നേതൃത്വം അതിന് ഏത് തരത്തിലായിരിക്കും നോക്കിക്കാണുക എന്നതാണ് ഇനി ശ്രദ്ധേയമായ കാര്യമായി മാറാൻ പോകുന്നത്. ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരുകയാണല്ലോ. എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തിൽ അവരുടെ നീക്കുപോക്കുകൾ ഉണ്ടാവുക? അത് സംബന്ധിച്ച് എന്ത് സൂചനയാണ് നമുക്കുള്ളത്? അതിൽ എത്ര കണ്ട് സുതാര്യമായ അന്വേഷണം അത് നടക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം സംസ്ഥാന പോലീസ് മേധാവിയാണ് അതിന് മേൽനോട്ടം വഹിക്കുക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേ സാഹിബ് കഴിഞ്ഞാൽ പിന്നീട് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ തിരുവനന്തപുരം റേഞ്ചിൻ്റെ ചുമതലയുള്ള സൗത്ത് സോൺ IG, അദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കൂടിയായ G സ്പർജൻ കുമാറാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് ഉദ്യോഗസ്ഥർ അവരെല്ലാം ADGP റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായി അങ്ങനെയുള്ള ഒരു സംഘത്തിന് എങ്ങനെ ADGP MR അജിത് കുമാറിൽ നിന്ന്, ക്രമസമാധാന ചുമതലയിൽ നിർണായക പദവിയിലുള്ള MR അജിത് കുമാറിൽ നിന്ന് വിവരങ്ങൾ തേടാനാകുമെന്നൊരു സാങ്കേതികത്വം പറയുന്ന ചോദ്യമുണ്ട്. അവിടെയാണ് ഏത് തരത്തിലായിരിക്കാം ഇവരുടെ ഇനിയുള്ള നീക്കങ്ങളെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി അതിൽ ആദ്യത്തെ ദിവസം ഇന്നലെ കഴിഞ്ഞു, ഇനി 29 ദിവസം കൂടിയാണുള്ളത്. ഈ 29 ദിവസങ്ങൾക്ക് പുറത്ത് ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് ഒക്ടോബർ 2-ാം തീയതിക്കകത്ത് ഏത് തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരിക്കും, ഏത് തരത്തിലുള്ളൊരു അന്വേഷണമായിരിക്കും അവർ നടത്തുക എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചല്ല ഈ സംഘത്തിൻ്റെ സിറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ ആദ്യ യോഗം നടക്കുന്നത്. പോലീസിന് മുഴുവൻ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ MR അജിത് കുമാർ മാത്രമല്ല, SP സുജിത് ദാസ് അടക്കമുള്ള മറ്റ് ഗുരുതര ആരോപണങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവരെക്കുറിച്ച് മുഴുവനായിരിക്കും ഈ സംഘം അന്വേഷണം നടത്തുക. അതിൽ ഒരാളാണ് ADGP MR അജിത് കുമാർ. അതുകൊണ്ട് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തിനൊന്നും രൂപം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണ സംഘം യോഗം ചേർന്നതിന് ശേഷം തുടർ നീക്കങ്ങൾ നടത്തുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും എൽദോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാരിനെ കാര്യങ്ങൾ ബോധിപ്പിച്ചു കഴിഞ്ഞു, ഔദ്യോഗികമായി പരാതി PV അൻവർ നൽകി കഴിഞ്ഞു. ഇനി പാർട്ടിയെ ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ, എങ്ങനെ ഇടപെടൽ നടത്താം എന്നുള്ളത് തേടുകയാണ് അൻവർ. എന്തായാലും 8:30-ക്കാണല്ലേ പറയപ്പെടുന്നു. അതെ, നമുക്ക് നോക്കാം. മറ്റൊരു തീപിടുത്തം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊരു തീപിടുത്ത സീസണാണ്. പൊന്നാനിയിലാണ്. പൊന്നാനി പെരുമ്പടപ്പ്
വീടിന് തീ പിടിച്ച അപകടം, 5 പേർക്ക് പൊള്ളലേറ്റു, 3 പേരുടെ നില ഗുരുതരമാണ്. പൊന്നാനിയിലാണ്. എന്തായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഉടനടി വരുമെന്ന് നമുക്ക് വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. എന്നാലും ഇന്നലെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ രാവിലെ തൃശ്ശൂരിൽ ഫർണിച്ചർ ഷോപ്പിലുണ്ടായി, ഇപ്പോൾ പൊന്നാനിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. എന്തായാലും 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ വാർത്തയുടെ ഗൗരവമേറുകയാണ്. എന്തായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ വന്നൊരു വാർത്തയാണ്, വിശദാംശങ്ങളിലേക്ക് ഉടൻ എത്താം. അതിനു മുമ്പ് നമുക്കൊരു മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം അല്ലേ? പീഡന പരാതി, നിവിൻ പോളിക്കെതിരായിട്ടുള്ള പരാതി ഇന്നലെ ഉയർന്നത്. അതെ, ശരിക്കും നമ്മളെ എല്ലാവരും ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണല്ലോ, അത് പറയാതെ വയ്യ. കാരണം ഈ ഓരോ ദിവസവും ഓരോ നടന്മാരുടെ പേര് വരുമ്പോഴും എല്ലാം നമ്മൾ ഈ പുതുതലമുറ, ഏറ്റവും പുതിയ ജനറേഷനിലെ 6 പേരും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി കൂട്ടിക്കെട്ടി കണ്ടിട്ടേയില്ല. അപ്പോൾ പെട്ടെന്ന് നിവിൻ പോളിയുടെ പേര് കേട്ടപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഞെട്ടി. എന്തായാലും ഉടൻ തന്നെ നടൻ മാധ്യമങ്ങളെ കണ്ടു എന്നുള്ളത് അതിൽ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഫാൻസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഒളിച്ചോടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. ഇതിനെ നിയമപരമായി തന്നെ നേരിടും, മുന്നിലുണ്ടാകും, ഞാൻ എങ്ങും പോകുന്നില്ലെന്നാണ് നിവിൻ ഇന്നലെ പറഞ്ഞത്. അതെ, അപ്പൊ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്, നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. എഫ്ഐആറിന്റെ പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് താരത്തിന്റെ തീരുമാനം. മാസങ്ങൾക്ക് മുൻപ് മർദ്ദിച്ചു എന്ന കേസ് പിന്നീട് കൂട്ടബലാത്സംഗ പരാതിയായി മാറിയെന്നും ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിവിൻ പോളി ഇന്നലെ പ്രതികരിച്ചത്. നമുക്ക് ആദ്യം ഇന്നലത്തെ നിവിൻ പോളിയുടെ പ്രതികരണം കേൾക്കാം. ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതേപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷേ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കും. ഈ പരാതിക്കാരിയെ അറിയില്ല, താൻ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിവിൻ പോളി പറഞ്ഞത്. പക്ഷേ നിവിന്റെ ഈ പ്രതികരണം വന്നതിന് ശേഷം പരാതിക്കാരിയും മാധ്യമങ്ങളെ കാണുകയുണ്ടായി, മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. നിവിൻ പോളിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി. നിവിൻ പോളി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് അവർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഈ സംഭവം നടന്നത് ദുബായ് വെച്ചായിരുന്നു. ഞാൻ ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഒരു 3 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പം എന്നെ ഒരു ഫിലിം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം, ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞ ദുബായിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂവിന് പോവുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമെല്ലാം ഉണ്ടായത്. അതിനുശേഷം ഞങ്ങളൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുള്ളിയുടെ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ പോളി, ബിനു, ബഷീർ, കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു 3 ദിവസം റൂമിൽ ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അതിനുശേഷം എനിക്ക് ഫുഡും
വെള്ളമൊന്നും തരാതെ ഇവർ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രമാണ് നമുക്ക് തന്നത്. അവിടെ നിന്നൊരു ശാരീരിക ബുദ്ധിമുട്ട്, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡ് അത് മനസ്സിലാക്കുകയും പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാനായിട്ട് എനിക്ക് പറ്റിയത്. ഞാൻ ഇതിന് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഹർഷിത മേഡത്തിന് ഞാനിത് മെയിൽ അയച്ച് കൊടുക്കുകയും അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുകയും ചെയ്തിട്ട് അവരിതൊരു ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് ഇതിനൊരു തെളിവില്ലാത്തത് കൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരത് ഒരു നല്ല രീതിക്കല്ല കൈകാര്യം ചെയ്തത്. നമ്മൾ കള്ളത്തരം പറയുന്ന പോലുള്ള രീതിയിലാണ് അത് നമുക്ക് അനുഭവപ്പെട്ടത്. അതിനുശേഷമാണ് ഞാൻ ഈ ഹേമ റിപ്പോർട്ട് വന്നതും ഈ ഒരു 6 അംഗ സംഘം ഉണ്ടെന്നും അവരൊരു സ്പെഷ്യൽ ടീമാണെന്ന് കണ്ടപ്പോഴാണ് ഞാനിത് വീണ്ടും പോയി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത്. ഈ കേസ് കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയ വഴി എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും സ്റ്റേഷനിൽ ഞങ്ങൾക്ക് നല്ലൊരു അന്വേഷണം കിട്ടിയിട്ടില്ല. ഞങ്ങൾ നല്ല അടുത്തല്ല വന്നത്. പുരുഷന്മാർ നമ്മളോട് ചെയ്യുന്ന പോലെയല്ല ഇവരാരും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. ഇവർ ഒരു മനുഷ്യനൊക്കെ അതിനും അപ്പുറത്തുള്ള രീതിക്കാണ് ഇവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. പരാതിയിൽ ഉറച്ച് എവിടം വരെ പോകാമോ, നമുക്ക് നീതി കിട്ടുന്നിടം വരെ നമ്മൾ മുമ്പോട്ട് പോകാൻ തന്നെ തയ്യാറാണ്. റൈറ്റ്. എന്തായാലും ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് കേട്ടത്. ഇതിൽ സത്യം ന്യായമാരുടെ ഭാഗത്താണെങ്കിലും ന്യായം വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതിപ്പോൾ നിവിൻ പോളി ആണെങ്കിലും അല്ലെങ്കിൽ പെൺകുട്ടി ഒരു ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അതിൽ നീതി ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ മറ്റ് നടന്മാർക്കെതിരെ ഉണ്ടായപ്പോൾ അവർ പ്രതികരിക്കാൻ മടിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ തയ്യാറായി നിവിൻ പോളി എന്നുള്ളത് ആശാവഹമാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ വാക്കുകളും കേൾക്കാതെ പോകാൻ പറ്റില്ലല്ലോ. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇരയാണ് എങ്കിൽ അത് സ്വാഭാവികമായിട്ടുമുള്ള അന്വേഷണം വേണം. ഈ നേരത്തെ ഈ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ പെൺകുട്ടി, അത് എവിടെയാണ്? അത് ഏത് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്? എവിടെ നിന്നാണ് മോശം സമീപനം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്? എൽദോ, ഏതാണ്ട് 1.5 മാസം മുൻപാണ് ഇങ്ങനെയൊരു പരാതി സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടന്നത്. നിവിൻ പോളി തന്നെ പറയുന്നുണ്ട്. നേരത്തെയും ഇതുമായി ഒരു പരാതി ലഭിച്ചിരുന്നുവെന്ന്, അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം വന്നിരുന്നതായി അദ്ദേഹത്തിൻ്റെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ആ സമയത്താണ് ഒരു ഉന്നുകൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു പരാതി അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ തന്നെ സംഭാഷണത്തിൽ അത് വ്യക്തമാക്കുന്നു, ഒരു ആശാവഹമായ ഒരു സമീപനമല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളും ഉണ്ടായില്ല പോലീസിന്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്നത് ദുബായിൽ വെച്ചാണ്. അപ്പോൾ തെളിവ് ശേഖരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ താമസം നേരിടും. ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതടക്കമുള്ള ന്യായങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് അവർ തന്നെ പറയുന്നു. വലിയ രീതിയിലുള്ള ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം പറഞ്ഞ് വിടുന്ന ഒരു രീതിയിലായിരുന്നു പോലീസിൻ്റെ ഒരു സമീപനമെന്നാണ് അവരുടെ വാക്കുകളിലുള്ളത്. ഈ സ്ഥലത്തും തങ്ങളുടെ ഒരു അധികാര പരിധിയിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ വരുന്നില്ല. മറ്റൊരു രാജ്യത്ത് നടന്ന സംഭവമാണ്, ഇതെങ്ങനെയാണ് ഇതിൽ തെളിവ് ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവരോട് തന്നെ തിരിച്ചു ചോദിച്ച് അവർ പറഞ്ഞു വിടുന്ന രീതിയിലായിരുന്നു. മറ്റൊന്നും അവിടെ നടന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പരാതിയിലൊരു അന്വേഷണം ഉണ്ടായിരുന്നു എന്ന്, അതായത് പോലീസ് വിളിച്ച് അന്വേഷിച്ചിരുന്ന കാര്യം നിവിൻ പോളി അടക്കം അത് സമ്മതിക്കുന്നുണ്ട്. അവർ നേരത്തെ നൽകിയ പരാതിയിൽ പിന്നീട് അതിൽ യാതൊരു രീതിയിലുള്ളൊരു നടപടിയോ തുടർന്നുള്ള പോക്കോ ഒന്നും തന്നെ ഉണ്ടായില്ല. അതായത് പോലീസ് ഏതാണ്ട് അത് അന്വേഷണം ഒരു അവസാനിച്ച ഘട്ടം അത് അവർ തന്നെ ആരംഭിച്ചു, അവർ തന്നെ അത് അവസാനിപ്പിച്ചു എന്ന രീതിയിൽ തന്നെ പോകുന്നു. മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല എന്നതാണ് പിന്നീട് മനസ്സിലാകുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ളൊരു പരാതികൾ സിനിമാ മേഖലയിൽ നടക്കുന്നുവെന്ന് വ്യാപകമായി പലയിടങ്ങളിലും പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇവർക്ക് വീണ്ടും പരാതി നൽകാനുള്ള ഒരു അവസരമാണ് ഇത്. ഇപ്പോൾ ഇത് പരാതി നൽകേണ്ട ഒരു സമയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് തോന്നലുണ്ടായി. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇവർ പരാതി നൽകാൻ തീരുമാനിക്കുകയും അത് നൽകുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ നിവിൻ പോളിയും വ്യക്തമാക്കിയിരുന്നത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് പരാതിക്കാരിയായ പെൺകുട്ടിയും പറയുന്നത്. തനിക്ക് നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവം, നിവിൻ പോളിയുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവം അത് തെളിയിക്കുന്നതിന് താനും ഏതറ്റം വരെയും പോകാനും തയ്യാറാണ്. തനിക്ക് നേരിട്ട ഒരവസ്ഥ, ക്രൂരമായ പീഡനങ്ങളാണ് നിവിൻ പോളിയുടെ മറ്റും ഭാഗത്തു നിന്നുണ്ടായത്, സുഹൃത്തുക്കളുടെയും മറ്റും ഭാഗത്തു നിന്നുണ്ടായത്. അത് തെളിയിക്കേണ്ടതുണ്ട്. അത് താൻ പരാതിയായി നൽകിയതാണ്. ഇനിയും താൻ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു.
അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോയേ തീരൂ. അതിന് താനും തയ്യാറാണ്. എനിക്കത് തെളിയിക്കേണ്ട ബാധ്യത തനിക്ക് തന്നെ ഉണ്ടെന്നാണ് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയും പറയുന്നത്. അവിടെ ദുബായിൽ വെച്ച് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു. മയക്കുമരുന്ന് കലർത്തിയ വെള്ളമാണ് അവർക്ക് കുടിക്കാൻ നൽകിയതെന്ന് ഇവർ പറയുന്നു. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ ഇപ്പോൾ സംസാരിച്ച ഇതിലും വാക്കുകളിലും അതോടൊപ്പം തന്നെ അവരുടെ പരാതിയിലും എല്ലാം തന്നെയുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളിൽ വ്യക്തമായ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഇപ്പോൾ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം എല്ലാ പരാതികളിലും വിശദമായ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ എന്ത് നടപടികളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നതാണ് നമുക്കറിയേണ്ടത്. ഈ അന്വേഷണ സംഘം ഇതുമായി മുന്നോട്ട് പോവുകയുമാണ്. പരാതികളിൽ തുടർ നടപടികളും ഉണ്ടാവുകയും ചെയ്യും. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വാർത്തകൾ നിറഞ്ഞൊരു ദിവസം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടിയില്ലേ, രഞ്ജിത്ത് സംവിധായകൻ അല്ലേ? കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു എൽദോ 11 കേസുകളാണ് ഈ സംവിധായകൻ രഞ്ജിത്ത് മറ്റ് നടന്മാർക്കെതിരെയും ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിന്റെ അന്വേഷണം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അവസരം നൽകാത്തതിന്റെ നീരസം കൊണ്ട് കെട്ടിച്ചമച്ച പരാതി എന്നാണ് രഞ്ജിത്തിന്റെ വാദം. അതേസമയം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് നാളെ ഇറങ്ങും. ഫേസ്ബുക്കിലെ വിവരണം നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. PV ശിവദാസൻ ആര്യോടാന്ന് തോന്നുന്നു. ആണെങ്കിൽ താങ്ക് യു. സന്തോഷം അല്ലേ? താങ്ക് യു ശിവദാസൻ. ഓക്കെ, റിപ്പോർട്ടറുടെ ആണോ ഇനിയിപ്പോ എൽദോയുടെ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഞാനങ്ങ് ഏറ്റെടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ദേശീയ രാജ്യാന്തര വാർത്തകളിലേക്കാണ്. MG മിഥുൻ നമ്മോടൊപ്പം ചേരും. മിഥുൻ വാ, ഗുഡ് മോർണിംഗ്, വെൽക്കം. അപ്പൊ എങ്ങനെയുണ്ട് രാവിലെ, എന്തൊക്കെയാണ് വാർത്തകൾ? രാവിലെ നിരവധി വാർത്തകളുണ്ട്. ദേശീയ തലത്തിലായാലും പുതിയ ഷർട്ടൊക്കെ എന്താ പുതിയ ചെറുതായിട്ടൊന്നും ഇന്നലെ വാങ്ങിച്ചതാണ്. എന്നെ ട്രോളാൻ വേണ്ടിയല്ലല്ലോ വിളിച്ചതെന്ന് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ദേശീയ വാർത്തകൾ നിരവധി വാർത്തകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ അടുത്ത മാസം ഈ മാസം സെപ്റ്റംബർ 18-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രചാരണ രംഗത്ത് സജീവമാകാൻ കോൺഗ്രസ് ഒരുപടി മുന്നിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ BJPയും അതേ രീതിയിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് 10 വർഷത്തിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ജമ്മു കാശ്മീർ സംബന്ധിച്ചുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ എത്തുന്നുണ്ട്. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള താരപ്രചാരകരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ്. 40ഓളം പേരെയാണ് ഇത്തവണ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് അത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, വോട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്നതായിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തത്. അത്തരത്തിൽ അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് BJP ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ രംഗത്തിറങ്ങുന്നത്. ഇന്ന് 2 റാലിയിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. റംബാനിലെയും ഒപ്പം തന്നെ അനന്ത്നാഗിലെയും 2 പൊതുറാലികളാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ നാഷണൽ കോൺഫറൻസുമായിട്ടുള്ള സഖ്യത്തിൽ ഇത്തവണ അവിടെ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യത്തിലായാൽ പോലും തന്നെ ജമ്മു കാശ്മീരിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇറങ്ങുന്നത്. ഭരണം BJPയുടെ കൈകളിൽ ഒതുക്കാം എന്നുള്ള ധാരണയിൽ അവരുടെ താരപ്രചാരകരൊക്കെ തന്നെ വരും ദിവസങ്ങളിലും അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അത് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ 3 ഘട്ടങ്ങളിലായി ഈ തെരഞ്ഞെടുപ്പ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വോട്ടെണ്ണൽ നിശ്ചയിച്ചിരുന്നത് ഒക്ടോബർ 4-നായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അത് മാറ്റിയിരുന്നു. കാരണം ഹരിയാനയിലെ വൈഷ്ണവ് വിഭാഗത്തിൻ്റെ ചില ആഘോഷങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് 1 നിന്ന് 5 മാറ്റി. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ 4-ാം തീയതിയായിരുന്നു ഈ 2 സംസ്ഥാനങ്ങളിൽ നിശ്ചയിച്ചിരുന്നത്. അത് പിന്നീട് 8-ാം തീയതിയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അത് പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൽ ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം സിംഗപ്പൂരിലേക്ക് ഇന്ന് എത്തും. ഉച്ചയോടുകൂടി അദ്ദേഹം 12 മണിയോടുകൂടി തന്നെ അദ്ദേഹം എത്തും. അവിടുത്തെ സിംഗപ്പൂർ പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തർമൻ ഷൺമുഖരത്നം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അവിടുത്തെ ആരോഗ്യ മേഖലയിലും ഒപ്പം തന്നെ ഡിജിറ്റൽ മേഖലയിലും നൈപുണ്യശേഷി മേഖലയിലൊക്കെ തന്നെ കൃത്യമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് 6 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇന്ത്യക്കാരുണ്ട്, പ്രത്യേകിച്ച് തമിഴ്
തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാഹചര്യം. കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഏറ്റവും നമ്മുടെ സ്വപ്ന പദ്ധതി, കേരളത്തിലെ സ്വപ്ന പദ്ധതി കൂടിയായിട്ടുള്ള വിഴിഞ്ഞമടക്കം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു കരാർ അതിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ മന്ത്രിതല സംഘം അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഒപ്പം തന്നെ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ അടക്കമുള്ള മന്ത്രിതല സംഘം സിംഗപ്പൂരിലെത്തി അവിടുത്തെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് സിംഗപ്പൂരിൽ, അതും 6 വർഷത്തിന് ശേഷം. അപ്പൊ തന്നെ ബ്രൂണൈ സന്ദർശനമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പൂർത്തീകരിച്ചത്. അവിടെ ബ്രൂണൈ സന്ദർശനത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം 10 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ, അത് ഈ മേഖലകളിൽ ബ്രൂണൈ സംബന്ധിച്ച് ഇന്ത്യക്കുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടനാഴിയിലൊക്കെ തന്നെ കൃത്യമായി ആ മേഖലയിൽ കൂടിയാണ്, ഈ രാജ്യത്തോടു കൂടിയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ദേശീയ വാർത്ത മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമായും ബംഗാൾ സർക്കാരിനെ പിടിച്ചുലച്ച കേസായിരുന്നു ആർജിക്കർ ആശുപത്രിയിലെ ആ യുവ ഡോക്ടറുടെ ആ ഒരു ബലാത്സംഗ കൊലപാതകം എന്ന് പറയുന്നത്. അതിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അത് ഒരു മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് BJP എന്നുള്ളത് ഒരു നടപടിയാണ് ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിമർശനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എങ്കിൽ പോലും തന്നെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ബില്ല് പാസ്സാക്കിയിരുന്നു. ആ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അത് ഗവർണർക്ക് മുന്നിലേക്ക് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, CV ആനന്ദ ബോസ് അവിടുത്തെ ഗവർണർ മലയാളി കൂടിയാണ്. അദ്ദേഹം ഈ ഒരു ബില്ലിൽ ഒപ്പുവെക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനാണ്. അതായത് അവിടുത്തെ രാജ്ഭവന് മുന്നിൽ നേരെ കുത്തിയിരുന്ന് ബില്ലിൽ ഒപ്പിടുന്നത് വരെ അവിടെ ഇരിക്കുമെന്നാണ് മമത പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ അരങ്ങേറിയത്. എന്തായാലും ആ ഒരു നിർണായക ബില്ലിൽ ആ ഒരു നിയമമായി മാറട്ടെ എന്ന് നമുക്ക് മമതയുടെ ഒരു ടാക്ടിക്സ് കൂടിയുണ്ട്. ഇപ്പോൾ ഒപ്പിട്ടില്ലെങ്കിൽ വിമർശനം ഗവർണർക്കെതിരെ സാധാരണ ജനങ്ങളുടെ സ്വാഭാവികമായും BJPക്കെതിരെ വരും. കാരണം അതൊരു ജനവികാരം അതുണ്ട്. അതിൽ തടയിടുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധം ഇപ്പോൾ വലിയ രീതിയിൽ ആർജിക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ എയിംസിന്റെ ഡോക്ടർമാരും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ പ്രതിഷേധത്തിന് ഇപ്പോഴും തടയിടാൻ സർക്കാരിന് സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ ഈ രീതിയിൽ, അതായത് ബലാത്സംഗം ചെയ്ത് ആ ഇര മരിക്കുകയാണ് എങ്കിൽ വധശിക്ഷ ഉറപ്പാക്കും. അതാണ് ആ നിയമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ബലാത്സംഗം ചെയ്തപ്പെട്ട ഇരയ്ക്ക് അത് കേസ് തെളിയുകയാണ് എങ്കിൽ ഉടനടി തന്നെ ജീവപര്യന്തം നൽകുക എന്നുള്ളതാണ് ആ ഒരു ബില്ലുമായി പോവുകയാണെങ്കിലും ഈ വധശിക്ഷ നടപ്പാക്കുമെന്നുള്ളതാണ് ആ ഒരു ബില്ലിലെ പ്രധാനപ്പെട്ട കാര്യം. അത് നിയമമായി വരിക, അത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വരിക എന്നുള്ളതാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും BJP അത് മുഖം രക്ഷിക്കലാണ് തൃണമൂലിന്റെ എന്ന് പറഞ്ഞാൽ പോലും സംബന്ധിച്ച് നമ്മളെല്ലാവരും സുരക്ഷ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമനിർമ്മാണം വേണമെന്ന് നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ആ ബില്ല് പാസ്സാകണം എന്നുള്ളത് നമ്മുടെ ഒരു പൊതുവികാരമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ഗുജറാത്തിൽ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചുഴലിക്കാറ്റിന്റെ ഒരു പ്രഭാവത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനിടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 പേരിൽ ആദ്യം തന്നെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. പക്ഷേ 3 പേര് കടലിലേക്ക് പോയി എന്നുള്ളതാണ് പിന്നീട് ലഭിച്ച വിവരം. ആ ഒരു തെരച്ചിലിനിടയിൽ സഹ പൈലറ്റിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, ആ സഹ കോസ്റ്റ് ഗാർഡ് അംഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു മലയാളി പൈലറ്റ് വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തകൾ കൂടിയുണ്ട്. മാവേലിക്കര സ്വദേശിയാണ്, ബിപിൻ ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ആ ഒരു സഹാംഗത്തെ രക്ഷിക്കുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ അതിനുശേഷം നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ദുഃഖകരമായ വാർത്ത ദേശീയ തലത്തിൽ നിന്ന്. അത് ഈ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ സമയത്ത്, ഈ കടൽ വീഴുന്ന സമയത്ത് ഈ സംഘാംഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ആ സമയത്ത് സേഫ് സോണിലായിരുന്നു ബിപിൻ ബാബു ഉള്ളായിരുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെടുകയായിരുന്നു. ആ അപകടം പറ്റുകയായിരുന്നു, കടലിലേക്ക് വീണ് അപകടം പറ്റുകയായിരുന്നു. എന്തായാലും മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള അത്തരത്തിലുള്ളൊരു ദുഃഖകരമായ വാർത്ത കൂടി ദേശീയ തലത്തിൽ നിന്ന് വരുന്നുണ്ട്. മറ്റൊന്ന്, രാജ്യാന്തര തലത്തിലേക്ക് പോകുമ്പോൾ ഗാസ യുദ്ധം അതിങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസ യുദ്ധം അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ജോ ബൈഡന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഇരു രാജ്യങ്ങൾ തമ്മിൽ ഇസ്രായേലിന്റെ അനുകൂല മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഈ സൈന്യം പിൻവാങ്ങിയാൽ ഒരുപക്ഷെ ഈ ഒരു യുദ്ധത്തിനൊരു വിരാമമാകാം. ഒപ്പം തന്നെ വെടിനിർത്തൽ കരാറിൽ അത് ഒപ്പുവെക്കുന്ന അടക്കമുള്ള നിർണായക കൂടിക്കാഴ്ചകൾ ഫിലാഡൽഫിയ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ വൈറ്റ് ഹൗസ് നേരിട്ട്, അതും പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ നേരിട്ട് ഈ ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ്
രാജ്യാന്തര തലത്തിൽ ഈ ഗാസ യുദ്ധവുമായിട്ടുള്ള പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്, അതൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതായിരുന്നു. അപ്പോൾ ദേശീയ രാജ്യാന്തര വാർത്തകളാണ് മിഥുൻ പങ്കുവച്ചത്. അപ്പോൾ നമ്മൾ ഇനിയും വാർത്തകളിലേക്ക് പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിഥികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ വരാം. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് അതിന് മുമ്പ് ആര്യ, ഒരാൾ സംശയം ചോദിക്കുന്നതേ ഫേസ്ബുക്കിലാണ്, നിങ്ങൾ പരാതിക്കാരുടെ മുഖം കാണിക്കാത്തത് എന്താണ്? അത് തന്നെ കള്ളത്തരമല്ലേ? അങ്ങനെയല്ല, അതിന്റെ നിയമവശം അതായതുകൊണ്ടാണ്. പിന്നെ മാത്യു ജോൺ പറയുന്നത്, നിങ്ങൾ മുറിക്കകത്തിരുന്ന് പടച്ചു വിടുന്ന വാർത്തകൾ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല മലയാളികൾ, കേട്ടോ ചാനലുകാരെ. എന്താണ് എൽദോയ്ക്ക് അതിന് മറുപടി നൽകാനുള്ളത്? ഞാൻ പറയാം, ഇടവേള, ബ്രേക്ക്. പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും, അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. ഹലോ, ഓക്കെ അല്ലേ? അപ്പം ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസായിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ, ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതേപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു
വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൽദോ, നമുക്ക് ഈ രാവിലെ ആയ പത്രങ്ങളിലെ വാർത്തകൾ എന്താണ്? പത്രം ഒന്നും വായിക്കാതെ ഒരു സുഖം കിട്ടില്ല അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ പത്രങ്ങളിലെ വാർത്തകളുമായിട്ട് നമ്മോടൊപ്പം കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് എങ്ങനെയാണ് പത്രങ്ങളിൽ കാര്യമായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? PV അൻവറാണോ ആദ്യ പേജിൽ സ്ഥാനം പിടിക്കുന്നത്? ഗുഡ് മോർണിംഗ് എൽദോ, ഗുഡ് മോർണിംഗ് ആര്യ. എന്തായാലും ഇന്ന് എല്ലാ പത്രങ്ങളും, മലയാളത്തിലിറങ്ങിയ എല്ലാ പത്രങ്ങളിലും, ചില അപൂർവ പത്രങ്ങൾ ഒഴികെ, പ്രധാനപ്പെട്ട വാർത്ത PV അൻവർ ഇന്നലെ വെളിപ്പെടുത്തുമെന്ന് പറയാൻ പോയ വലിയ ഒരു അത്ഭുതമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലുമൊക്കെ ഞെട്ടലുള്ള വാർത്തകളൊക്കെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ്. അതിൽ അങ്ങനെ അല്ല ഉണ്ടായത്. ആ സംഭവം തന്നെയാണ് അൻവറിൻ്റെ മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി അൻവറിന് നൽകിയ മറുപടി, അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ തന്നെയാണ്. അതിനെ പലതരത്തിലേക്കാണ് പത്രങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഹെഡിങ്ങുകൾ തന്നെ ഇന്ന് കൗതുകം നിറഞ്ഞ തലക്കെട്ടുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിവിൻ പോളി, സിനിമാ നടൻ നിവിൻ പോളിക്കെതിരെ ഉയർന്ന ഒരു സ്ത്രീപീഡന ആരോപണം, അതിന് നിവിൻ പോളി നൽകിയ മറുപടി, ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതും പ്രാധാന്യത്തോടു കൂടി തന്നെ മലയാള പത്രങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പശു കടത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ ഒരു ആളെ, ഒരു കൗമാരക്കാരനെ ദീർഘദൂരം പിന്തുടർന്ന് അടിച്ചു കൊന്ന ഒരു വാർത്തയും ഒട്ടുമിക്ക പത്രങ്ങളും ദേശീയ വാർത്തയിൽ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട പത്രങ്ങളിലേക്ക് തന്നെ നോക്കാം. ഒന്ന് മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ടും അത് തന്നെയാണ്. അൻവറിൻ്റെ യുദ്ധം അടക്കി, ADGPക്കെതിരായ നീക്കം ഒതുക്കി. എന്നുള്ള അടക്കി ഒതുക്കി അൻവറിനെ നിർത്തി എന്നുള്ളതാണ്. ഒരു മനോഹരമായ ബൈജുവിൻ്റെ ഒരു കാർട്ടൂൺ കൂടി അതിൽ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇരിക്കുന്നു, മുഖ്യമന്ത്രി ഇരുന്നിട്ട് ADGPക്കെതിരായ പരാതി എന്നുള്ള ഒരു അൻവറിനെ കാണിച്ചിരിക്കുന്ന ഒരു കടുവയായിട്ടാണ്. പക്ഷേ അൻവറിൻ്റെ കടുവയുടെ പല്ലുകളെല്ലാം P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പറിച്ച് ഒരു പാത്രത്തിലേക്ക് വരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്നു ഇനി വായിച്ചേ എന്ന് പറയുന്നത്. അപ്പോൾ ഗർന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ വായിക്കുന്നത് പുലിയായി പോയാൽ പൂച്ചയായി മടങ്ങി എന്ന് പറയുന്നത് പോലെ പൂച്ചയുടെ മ്യാവ് മ്യാവുമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലും മനോരമയുടെ എഡിറ്റോറിയലൈസ് കൂടെ ചെയ്ത ആട്ടാണ് ആ വാർത്തയെ ഒന്നാം പേജിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായ ഇൻഷുറൻസ് കമ്പനിയിലുണ്ടായ ഒരു തീപിടുത്തം, ആ തീപിടുത്ത സമയത്ത് തന്നെ ആ തീപിടുത്തത്തിൽ ഒരു ദുരൂഹത, ഒരു സംശയം ഉയർന്നിരുന്നു. പക്ഷേ ആ ദുരൂഹത ശക്തമാക്കുന്നതാണ്. അവിടുത്തെ ഒരു ജീവനക്കാരിയും അവരുടെ മറ്റൊരാളും, ഒരു പുരുഷനുമാണ് മരിച്ചത്. ആ പുരുഷൻ അവരുടെ ഭർത്താവ്, അവരുമായി ബന്ധമുള്ള ആളാണെന്നും ഭർത്താവാണെന്നൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു കൊല, അവിടെ നിന്നൊരു കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. എന്നാലും ആ വഴിക്കുള്ള അന്വേഷണം നടക്കുന്നതിൻ്റെ വാർത്തകൾ മനോരമ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അകത്തെ പേജുകളിലും വളരെ വിശദമായി തന്നെ അൻവറിൻ്റെ, PV അൻവറിൻ്റെ വാർത്ത, എന്തുകൊണ്ടാണ് അൻവർ ഈ തരത്തിൽ പ്രതികരിക്കാതിരുന്നത്, അൻവറിൻ്റെ പ്രതികരണത്തിന് പിന്നിൽ എന്താണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മറ്റ് ഒരു രാഷ്ട്രീയത്തിന് ബാഹ്യ ഇടപെടൽ അക്കാര്യത്തിൽ ADGP അജിത് കുമാറിന് വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആരാണ് ഈ ബാഹ്യ ഇടപെടൽ എന്നത് ആ വാർത്തയിൽ മലയാള മനോരമ എവിടെയും പറയുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നത്. മാതൃഭൂമിയുടെയും പ്രധാന വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ PV അൻവറിൻ്റെ തന്നെയാണ്. എല്ലാം രാജിയായി എന്നൊരു തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഒന്നാം പേജിൽ മാതൃഭൂമി മറ്റൊരു വാർത്ത നൽകിയിരിക്കുന്നു. നേരത്തെയൊക്കെ വലിയ വിവാദമായതാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇപ്പോൾ വീണ്ടും ഇത്തരം വിവാദങ്ങളൊക്കെ, സ്വർണ്ണക്കടത്ത് വിവാദമൊക്കെ വീണ്ടും ADGPക്കെതിരെ ഉയർന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അൻവർ അത്തരം വിഷയങ്ങൾ കൂടി ഉന്നയിച്ച ഘട്ടത്തിൽ ആ വാർത്തയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടി വരുന്നത്. അതുകൊണ്ടാവണം മാതൃഭൂമി അത് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജുകൾ സ്കാൻ ചെയ്ത് പരിശോധിക്കാൻ നിയമപരമായ അധികാരമുണ്ടോ എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. ഇങ്ങനെ സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ച് നയതന്ത്ര ബാഗുകൾ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതിന് നിയമപരമായ അവകാശമുണ്ടോ എന്നുള്ള ചോദ്യം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പശുക്കടത്ത് സംശയിച്ച് കൗമാരക്കാരനെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തയും, അത് ഹരിയാനയിലാണ്, ഫരീദാബാദിലാണ്. പശുക്കടത്ത് സംശയിച്ച 12ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഗോ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന സംഘം വെടിവെച്ചു കൊന്നു. ആര്യൻ മിശ്ര 19 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. ഈ വാർത്തയും പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. നിവിൻ പോളിയുടെ വാർത്തയും സ്വാഭാവികമായും മാതൃഭൂമിയും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. അകത്തെ പേജുകളിലും മാതൃഭൂമിയിൽ ഇതെല്ലാം സംബന്ധിച്ച വിശദമായ വാർത്തകൾ തന്നെയുണ്ട്. അൻവറിൻ്റെ ആരോപണങ്ങൾ കുറ്റസമ്മതപ്പേടിയിൽ തിടുക്കം ഒഴിവാക്കി എന്നുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റോറി കൂടിയാണ് മാതൃഭൂമി അകത്തെ പേജിൽ PK മണികണ്ഠൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അൻവറിൻ്റെ പരാതിയിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുത്താൽ അവിടെയെല്ലാം വലിയ തെറ്റ് സംഭവിച്ചു എന്നുള്ളൊരു സമ്മതിക്കലാവും. അതുകൊണ്ട് പതിയെ നടപടിയെടുക്കാമെന്നുള്ള നിലപാടിലേക്ക് പോയതാണ്, അല്ലാതെ ഇതിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയതല്ല എന്നുള്ള ഒരു രീതിയിൽ ഉള്ളൊരു വാർത്ത കൂടിയാണ് ഈ നൽകിയിരിക്കുന്നത് മാതൃഭൂമി. അതോടൊപ്പം തന്നെ നേരത്തെ മാതൃഭൂമി നൽകിയതാണ് വിചാരണ കാത്ത് അഴിമതി കേസുകൾ നിൽക്കുന്നത്. വിചാരണ കാത്ത് കേസുകൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ എണ്ണം എത്രത്തോളം കൂടുതലാണ് എന്നുള്ള സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അത് പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം,
മനസ്സിലാവുന്നില്ല. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ആരാണ് കലക്കിയതിന് ഉത്തരവാദി എന്ന സംശയം അന്നു മുതൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലൊക്കെ അത് പലതരത്തിൽ ബാധിക്കുകയൊക്കെ ചെയ്ത വിഷയമായിരുന്നു. ആ വിഷയത്തിൽ ഇന്നലെ അവിടെ മത്സരിച്ച VS സുനിൽകുമാർ തന്നെ വന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആരോപണമല്ല, അദ്ദേഹം പ്രധാനമായും പറയുന്നത് ആരാണ് കലക്കിയത്, അത് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയുന്നു. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് എവിടെ എന്നുള്ള ഒരു പ്രത്യേക വാർത്തയും അതിൽ മാതൃഭൂമി പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് നമുക്കിനി കേരള കൗമുദിയിലേക്ക് വന്നാൽ, കേരള കൗമുദിയും ഇടയ്ക്കും 2 ഒന്നാം പേജാണ്. ഒരു ഒന്നാം പേജിൽ ജീവനക്കാരി വെന്ത് മരിച്ച സംഭവമാണ്, 2 പേർ മരിച്ചു എന്നുള്ളത്, അതിൻ്റെ ദുരൂഹതയും ഒക്കെ തന്നെയാണ് വാർത്തയായി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഹെലികോപ്റ്റർ കടലിൽ പതിച്ചു, മലയാളി പൈലറ്റ് ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടയിൽ കൂടിയായിരുന്നു മലയാളിയായ ഒരു പൈലറ്റ് ബിപിൻ ബാബു ഈ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ നാട്ടിലെത്തിക്കുന്നു. ഉച്ചയ്ക്കോട് സംസ്കാരം. ഗുജറാത്തിലെ പോർബന്ദറിൽ രക്ഷാദൗത്യത്തിനിടെ അടിയന്തര ലാൻഡിംഗ് ശ്രമിച്ച ഹെലികോപ്റ്റർ അറബിക്കടലിൽ പതിച്ച 3 കോസ്റ്റ് ഗാർഡുകാർ ഉദ്യോഗസ്ഥർക്ക് ദാരുണാന്ത്യം. ഇവരിൽ ഒരു മലയാളി പൈലറ്റും കോസ്റ്റ് ഗാർഡ് സീനിയർ ഡെപ്യൂട്ടി കമാൻഡറുമായ മാവേലിക്കര കണ്ടിയൂർ പാറക്കടവ് നന്ദനം വീട്ടിൽ ബിപിൻ ബാബു 39 ഉൾപ്പെടുന്നു എന്നുള്ള രക്ഷാപ്രവർത്തനത്തിനിടെയായിരുന്നു ഈ മരണം. കേരളത്തിൻ്റെ രണ്ടാമത്തെ ഒന്നാം പേജിൽ പ്രധാനമായും ഈ അൻവറിൻ്റെ വാർത്തകൾ തന്നെയാണ്. അവിടെയും മനോഹരമായ കാർട്ടൂൺ കൂടി നൽകിയിട്ടുണ്ട്. അത് സുജിത്തിൻ്റെ കാർട്ടൂണാണ്. സുജിത്തിൻ്റെ കാർട്ടൂൺ പുഴുക്കുത്തുകളെ വെച്ച് ഉറപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആദ്യ ഒരു സീനിൽ കാണുന്നത് MR അജിത് കുമാറാണ്. അജിത് കുമാറിനെ കണ്ട് മുഖ്യമന്ത്രി പറയുന്നു ഒരു പുഴു ഇരിക്കുന്നു തലയിൽ എന്നുള്ള പുഴു ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോഴേക്ക് അപ്പുറത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. P ശശിയെ നോക്കുമ്പോൾ P ശശിയുടെ ദേഹത്തു നിന്ന് മുഴുവൻ പുഴുക്കൾ പുറത്തിയാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ചിത്രം, അവിടുത്തെ ഫയലടക്കം പുഴുക്കൾ തിന്നുന്ന ഒരു കാർട്ടൂണാണ്. രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ സുജിത്ത് കേരളമതിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ബോംബ് ആവി വീണ്ടും വിലസാൻ ഉന്നതർ എന്നുള്ള ഒരു വാർത്ത കൂടി അവർ നൽകിയിരിക്കുന്നത്. നിവിൻ പോളിയുടെ വാർത്തയും പ്രാധാന്യത്തോടു കൂടി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ദേശാഭിമാനിയിലേക്ക് കടന്നാൽ സ്വാഭാവികമായും ദേശാഭിമാനി ഇങ്ങനെ ഒരു സർക്കാർ വിരുദ്ധ വാർത്തയ്ക്ക് ഒന്നാം പേജിൽ ഇടം നൽകില്ല, അതിന് പ്രാധാന്യം നൽകില്ല. അതുകൊണ്ട് തന്നെ ദേശാഭിമാനി മറ്റൊരു വാർത്തയാക്കിയാണ് പ്രാധാന്യം നൽകിയത്. ഓണമാണ്, അതും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. കേന്ദ്രം പിടിച്ചുവെച്ചത് 3685 കോടി രൂപ എന്നുള്ളതാണ്. ഓണത്തിനും കടും വെട്ട് എന്നുള്ളതാണ്. ഓണത്തെ സംബന്ധിച്ച് കേരളത്തിലെ ക്ഷേമ പെൻഷൻ എല്ലാം കൃത്യമായി കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ഒരുപാട് സർക്കാരിൻ്റെ ചിലവാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് പണം ചെലവഴിക്കേണ്ട സമയത്ത് വായ്പാ പരിധി വെട്ടിക്കുറച്ചതിലൂടെ വാർഷിക നഷ്ടം 10,000 കോടി, ഓണത്തിന് 3685 കോടി കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന കാരണം ഓണത്തിന് സർക്കാരിന് പണം ചെലവാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളൊരു പൊളിറ്റിക്കലായ വിവരവും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. അത് വളരെ വിശദമായി തന്നെ ഒന്നാം പേജിൽ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. മംഗളം വന്നാൽ മംഗളത്തിലും കീഴടങ്ങിയത് ആര്, അൻവറിൻ്റെ വാർത്ത തന്നെയാണ് പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിചാരണ തടവ് അനന്തമായി നീളരുത്, സുപ്രീം കോടതി വാർത്ത. ഇപ്പോഴുടെ വാർത്ത ഇപ്പോൾ അത് അങ്ങനെ നീണ്ടുപോകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണെന്നുള്ള സുപ്രീം കോടതിയുടെ വാർത്ത. നേരത്തെയും സുപ്രീം കോടതി സമാനമായ രീതിയിലേക്കുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. മറ്റൊന്ന് നമുക്ക് ദീപികയിലേക്ക് കടന്നാൽ, ദീപികയിലും നമുക്ക് കെട്ടടങ്ങുന്നു എന്നുള്ള ഒരു തലക്കെട്ടാണ് ദീപികയ്ക്ക് നൽകിയിരിക്കുന്നത്. അത് വാർത്ത ഇതുവരെ വലിയ തീയായി പടരേണ്ട ഒന്ന് കെട്ടടങ്ങി എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓണം ആണ്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം ജമന്തിപ്പൂ കൃഷി കേരളത്തിൻ്റെ പല ഭാഗത്തും വ്യാപകമായി തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആ കൃഷിയുടെ ഒരു ചിത്രം, ഒരു പൂക്കൾ വിടർന്നു നിൽക്കുന്ന മാവേലി റീൽസിലാണ് എന്നുള്ളതാണ്. റീൽസ് തരംഗമായപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ഒരു ക്യാപ്ഷൻ കൂടി ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം, അദ്ദേഹം ബ്രൂണയിൽ എത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന അവിടുത്തെ ഇന്ത്യക്കാരാണ്. ബ്രൂണയിലൊക്കെ ഇന്ത്യക്കാർ കൂടിയുള്ള ഒരു രാജ്യമാണ്. അവിടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇന്ത്യക്കാർ ആവേശപൂർവ്വം എത്തുന്ന വാർത്തയുടെ ചിത്രം സഹിതം ഒന്നാം പേജിൽ അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുക്രൈൻ നഗരത്തിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ ഇപ്പോഴും തുടരുകയാണ് യുദ്ധം. ആ യുദ്ധത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് വാർത്തയും ഒന്നാം പേജിൽ തന്നെ ദീപിക നൽകിയിരിക്കുന്നു. നമുക്ക് മാധ്യമത്തിലേക്ക് കൂടി വേഗത്തിൽ കടന്നാൽ, മാധ്യമത്തിലും മുഖ്യമന്ത്രിയെ കണ്ടു വിലക്കി വഴങ്ങി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ അൻവറിനെ സംബന്ധിച്ച തലക്കെട്ടുകൾ അതിമനോഹരമായ രീതിയിലും കൗതുകങ്ങൾ നിറച്ച തലക്കെട്ടുകളാണ് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ വാർത്തകളൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഇന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. കിരൺ ബാബു ആണ് പത്രവിശേഷങ്ങളുമായി ചേർന്നത്. എന്നാണെങ്കിലും ഈ PV അൻവർ തന്നെ പ്രധാനമായിട്ടും ആദ്യ പേജുകളിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പം ഓണക്കാലം ആയതുകൊണ്ട് നല്ല കാഴ്ചകൾ, നല്ല പൂക്കളുടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. അത്തരത്തിലൊരു പൂക്കൃഷിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാറപ്പുറത്തെ 50 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി വിരിയിച്ച് വെബ്സൈറ്റ് ഡെവലപ്പറായ രാഹുൽ കാസർഗോഡ് വരഞ്ഞൂറിലാണ് ഓണത്തെ വരവേറ്റ് ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. 3000 ചെടികളിലായിട്ടാണ് പാറപ്പുറത്തെ പൂക്കൃഷിയുടെ വർണ്ണക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത്.
പാറപ്പുറത്തെ 50 സെന്റിൽ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വർണ്ണക്കാഴ്ച സമ്മാനിക്കുകയാണ് 30-കാരനായ രാഹുൽ രവീന്ദ്രൻ. ഓണവിപണി ലക്ഷ്യമാക്കി 2 മാസം മുൻപ് തുടങ്ങിയ പൂക്കൃഷി കാലിച്ചാനടുക്കം വരഞ്ഞൂരിലെ കുറ്റിക്കാടുകൾ നിറഞ്ഞ മലയോര മണ്ണിൽ മനോഹര കാഴ്ചയായി മാറിയിട്ട് ആഴ്ചകളായി. ആഫ്രിക്കൻ മേരിഗോൾഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ 3000 ചെടികളാണ് നിറയെ പൂക്കളുമായി വിരിഞ്ഞു നിൽക്കുന്നത്. ട്രില്ലർ ഉപയോഗിച്ച് പാറപ്രദേശം കിളച്ച് നിലമൊരുക്കി ചാണകവും കോഴിവളവും പ്രയോഗിച്ചാണ് രാഹുൽ പൂക്കൃഷി തുടങ്ങിയത്. ദിവസവും 10 കിലോ വീതം പൂ വിപണിയിൽ എത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. പച്ചക്കറിയുടെ ചുറ്റും നട്ടിരുന്നു. അപ്പം ഒരു ചെടി നട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനിത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ട് 2 വർഷം മുമ്പ് ലോക്ക്ഡൗണിന് ശേഷമുള്ള ആദ്യത്തെ വർഷം 1000 ചെടി ഞാൻ നട്ടിരുന്നു. പക്ഷെ അത് എനിക്ക് വലിയ ഇതിനെപ്പറ്റി പഠിക്കാഞ്ഞുകൊണ്ടാണ് അത് മൊത്തം ഫ്ലോപ്പായിപ്പോയി. ഒരു ചെടി അതിൽ ഓണം ആയപ്പോഴത്തേനും എനിക്ക് ആകണ്ട 3 ചെടി അങ്ങടെ ബാക്കിയുള്ളൂ. 1000 ചെടി നട്ടിട്ട് 3 ചെടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള ഓരോരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്പം ഇപ്രാവശ്യം ഈ 3000 ചെടി നട്ടിട്ടുള്ളത്. സ്വകാര്യ IT കമ്പനിക്ക് വേണ്ടി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രാഹുൽ ദിവസവും 2 മണിക്കൂർ സമയം ചെലവഴിച്ചാണ് ഇവിടം പൂക്കൃഷിയാൽ ആകർഷകമാക്കിയത്. പാറപ്രദേശത്തെ മനോഹര കാഴ്ച പകർത്താനായി ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട്. ഓണമടുക്കുന്നതോടെ ചെണ്ടുമല്ലി ആവശ്യപ്പെട്ട് വരഞ്ഞൂരിലെത്തുന്നവരുടെ തിരക്കിലാകും രാഹുൽ. ന്യൂസ് 18 കാസർഗോഡ്. ഒരു യുവ കർഷകന്റെ കഥ കൂടിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും പാറപ്പുറത്തെ സ്ഥലമൊക്കെ ഡ്രില്ല് ചെയ്ത് ശരിയാക്കി പൂക്കൃഷിയിലേക്ക് കടക്കുകയായിരുന്നു. ഇഷ്ടമാണ്, കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് തരത്തിലുള്ള പച്ചക്കറി കൃഷികൾ, മീൻ കൃഷി? മീൻ കൃഷി എനിക്ക് വ്യക്തിപരമായ താല്പര്യം ഇല്ലെങ്കിലും വീട്ടിലുണ്ട്. ആര്യയുടെ വീട്ടിൽ വലിയ തോതിൽ മീൻ കൃഷി, അതായത് ചെറിയ കൃഷിയൊന്നും അല്ല, ബൃഹത് കൃഷിയാണ്. ഏതൊക്കെ മീൻ ആര്യയുള്ളേ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുറച്ച് പേടും കേട്ടോ. എന്നാലും ആസാം വാള, പിന്നെ രോഹു, കരിമീൻ, സിലോപ്പിയ അതൊരു മെയിൻ ഐറ്റം ആണ്. അതൊക്കെയാണ്. ആ മീൻ വീട്ടിൽ കഴിക്കാറുണ്ടല്ലോ അല്ലേ? കഴിക്കാനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നിങ്ങൾ കഴിക്കാറുണ്ടല്ലോ? ഞങ്ങളും കഴിക്കാറുണ്ട്. അപ്പൊ നല്ലൊരു വലിയ മീൻ കൃഷിക്കാരി കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബ്രേക്കിലേക്ക് പോയാലോ? ശരി, ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വാർത്തകൾ കാണാം. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതെ, സോറി, അതേ പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഒരു CI ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി.
അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിന്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. ഹലോ, ഓക്കെ അല്ലേ? അപ്പം ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ, ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ട് വീണ്ടും വാർത്തകളിലേക്ക് മോർണിംഗ് വാക്സ് തുടരുമ്പോൾ നമ്മൾ നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28 നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്ന കാര്യമാണ് അറിയിക്കുന്നത്. ഇന്നലെ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രി വള്ളംകളി കാണാൻ എത്തും എന്നുള്ളതും ഒരു വിവരമുണ്ട്. ശരണ്യ സ്നേഹിതരാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, നമുക്കറിയാം ആദ്യം ഈ വള്ളംകളി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കടന്നിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷെ അത് കേരളത്തിലെ ടൂറിസം മേഖലയെ തന്നെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. വലിയ പ്രതിഷേധമൊക്കെ ക്ലബ്ബുകൾ ഒരുപാട് ക്ലബ്ബുകൾ ലക്ഷക്കണക്കിന് പൈസ മുടക്കിയാണ് ആ ഒരു സീസണിലേക്ക് വേണ്ടി ഒരുങ്ങുന്നത്. അതിൽ നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അതാണ് ഏറ്റവും പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു കാര്യം. എന്തായാലും പ്രതിഷേധങ്ങൾക്കെല്ലാം ഫലം കണ്ടിരിക്കുന്നു. ജലമേള നടക്കുകയാണ് 28-ാം തീയതി. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നെഹ്റു ട്രോഫി ജലമേള എന്നുള്ളത് ഒരു വികാരം തന്നെയാണ്. അത് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകളിൽ ഒന്നാണ്. കാരണം 100ഓളം ആളുകൾ ഒരുമിച്ച് ഒരു വള്ളത്തിൽ തുഴഞ്ഞ് അത്തരത്തിലുള്ള നിരവധി ചുണ്ടൻ വള്ളങ്ങൾ അണിനിരുന്നുകൊണ്ടുള്ള ഒരു മത്സരം, എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഇത്തരത്തിലൊരു മത്സരം, ഈ രീതിയിലുള്ള ഒരു മത്സരം വളരെ അപൂർവമാണ് എന്ന് തന്നെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുടെ എന്നല്ല ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച ഒന്നാണ് ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയിലെ നെഹ്റു ട്രോഫി ആലപ്പുഴയിലെ ജലമേളയും. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിന്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നെഹ്റു ട്രോഫി ജലമേള. സർക്കാർ ഓണാഘോഷങ്ങളുടെ ഭാഗമായി ജലമേള മാറ്റിവെക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയത്. പക്ഷെ അതിനെതിരെ കടുത്ത പ്രതിഷേധമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നത് ബേപ്പൂർ ഫെസ്റ്റിനായി ടൂറിസം മന്ത്രിയുടെ നേതൃത്വത്തിൽ കോടികൾ അനുവദിച്ചപ്പോൾ ഒരുപാട് ആളുകളുടെ വികാരമായ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു മത്സര ഇനമായ നെഹ്റു ട്രോഫി എന്തുകൊണ്ട് മാറ്റിവെക്കുന്നു എന്നുള്ള ചോദ്യം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും വലിയ
ക്യാമ്പയിനുകളിലേക്ക് പോവുകയും ചെയ്തു. അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ക്യാമ്പയിൻ വന്നു. വള്ളംകളി ക്ലബ്ബുകൾ വലിയ പ്രതിഷേധം ഉയർത്തി. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു ഇവിടെ കായലിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. അതായത് നമുക്കറിയാം നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമല്ല, വലിയ കഠിന പ്രയത്നങ്ങളുടെ ശേഷം ഉണ്ടാകുന്ന ഒരു മത്സരം തന്നെയാണ് നെഹ്റു ട്രോഫി ജലമേള. അതുകൊണ്ട് തന്നെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലബിന് ഏകദേശം 60 മുതൽ 80 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഒന്നാണ് നെഹ്റു ട്രോഫി ജലമേള. അപ്പൊ അത്രയും ഒരു പരിശീലനത്തിന് ഒടുവിലാണ് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ ദുരന്തമുണ്ടാകും. നമുക്ക് എല്ലാവർക്കും ദുഃഖമുള്ള കാര്യമാണ്. പക്ഷെ അത്തരത്തിൽ ഒരു വലിയ പരിശീലനം അടക്കം നടത്തിയതിനു ശേഷം ഓരോ ബോട്ട് ക്ലബ്ബുകളും ഈ മേള മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ ജലമേള മാറ്റിവെക്കുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി അവരിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കുട്ടനാടിന്റെ വൈകാരികമായ മുഹൂർത്തമാണ്. ഒരുപാട് പേർ നെഹ്റു ട്രോഫി ഈ ജലമേളയെ നെഞ്ചിലേറ്റുന്ന ആളുകളുമുണ്ട്. അതുമാത്രമല്ല, ആലപ്പുഴയുടെ ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ ടൂറിസത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും അധികം വരുമാനം കൊടുക്കുന്ന, അതായത് ടൂറിസം സീസണിന്റെ ഓപ്പണിംഗ് തന്നെ നെഹ്റു ട്രോഫി ജലമേളയുടേതാണ്. ഈ അന്താരാഷ്ട്ര ടൂറിസം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നെഹ്റു ട്രോഫി ജലമേളയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നിരവധി പാക്കേജുകളുണ്ട്. അപ്പൊ തുടർച്ചയായി 2018 ശേഷം പല കാലയളവിലായി ജലമേള മാറ്റിവെക്കുന്നു. ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച നടന്നു വന്നിരുന്ന ആ ജലമേള തുടർച്ചയായി പ്രളയവും നിപ്പയും കോവിഡും ഒക്കെ വന്നതോടുകൂടി മാറ്റിവെച്ചപ്പോൾ അതിന് ടൂറിസം സെക്ടറിലുള്ളവർ തന്നെ പറയുന്നത് വലിയൊരു ഇടിവ്. ആ സമയത്ത് സഞ്ചാരികൾ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ ആലപ്പുഴയിലേക്ക് കേരളത്തിലേക്ക് എത്തുന്നതിൽ ഒരു വലിയ ഇടിവ് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജലമേളയുടെ തീയതി മാറ്റിവെക്കരുത്, ജലമേള കൃത്യമായി ഓഗസ്റ്റിൽ തന്നെ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് NDBR കമ്മിറ്റി അടക്കം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ്. കാരണം ഇങ്ങനെ ഒരു ജലമേള ആഘോഷങ്ങൾ, ഓണാഘോഷം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അതിനപ്പുറത്തേക്ക് ഒരു മത്സര ഇവന്റ് ആണ് നെഹ്റു ട്രോഫി ജലമേള. അതിനെ ആ രീതിയിൽ കാണണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കപ്പെട്ടു. അതായത് ജലമേള വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളും അതേ രീതിയിൽ തന്നെ അതിന് ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ ജലമേള പ്രേമികളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അത്തരത്തിൽ വാർത്തകളും നൽകിയിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇന്നലെ NDBR എക്സിക്യൂട്ടീവ് യോഗം മന്ത്രി P. പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നത്. അവിടെ ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ ജലമേള നടത്താൻ 28 ജലമേള നടത്താനായി തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രി മുഖ്യ അതിഥിയായി എത്തുമെന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ക്ലബ്ബുകളൊക്കെ വലിയ ആവേശത്തിലാണ് ക്ലബ്ബ്, കാരണം അവരുടെ അധ്വാനത്തിന്റെ ഒരു വലിയ ആഘോഷത്തിന്റെ കൂടി സമയമാണ്. തീർച്ചയായും അതിഥിയിലേക്ക് പോവുകയാണ്. ആരാണ് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് എന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം അല്ലേ? ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ വളരെ സജീവമായി, പ്രത്യേകിച്ചും കേരളത്തിലെ ക്രിക്കറ്റ് ലീഗ് നടക്കുന്നു. അപ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ ആൾക്കാർ കൂടുതൽ പരിചയപ്പെട്ട ഒരു സമയം. അപ്പോഴാണ് നമ്മുടെ ഒരു പെൺകുട്ടി വിമാനം കയറി UAE ടീമിലേക്ക് എത്തിയത്. അതെ, UAE ടീമിൽ സെലക്ഷൻ കിട്ടിയ മലയാളിയായ കെസിയ മറിയം സബിനാണ് ഇന്ന് നമുക്കൊപ്പം മോർണിംഗ് വൈബ്സിൽ അതിഥിയായി ചേരുന്നത്. കെസിയ, സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ? ഒരുപാട് അഭിമാനം തോന്നുന്നു. കെസിയുടെ പിതാവ് എന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്, സവിൻ ചേട്ടൻ. നേരത്തെ ഉണ്ടായിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ റിപ്പോർട്ടർ TV അവിടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പൊ നമുക്ക് സബിൻ ചേട്ടന്റെ വിശേഷങ്ങൾ ചോദിക്കാം കെസിയോട്. എന്തായാലും കെസിയ, എന്ത് തോന്നുന്നു ഇപ്പോ? വളരെയധികം സന്തോഷമുണ്ട്. ഒരു നാഷണൽ ടീമിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് എനിക്കും എന്റെ ഫാമിലിക്കും അത്രയധികം സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ജനിച്ച സ്ഥലത്ത്, ജനിച്ച കൺട്രിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ കെസിയ, ഈ പരിശീലനമൊക്കെ അത് എത്തരത്തിലായിരുന്നു? കാരണം ഈ ക്രിക്കറ്റ് പരിശീലനത്തിലുള്ള സാധ്യതകളൊക്കെ അത്രയും സാധ്യമല്ലല്ലോ. ക്യാമ്പിലെ വിശേഷങ്ങൾ അതൊക്കെ ഒന്ന് വിശദമാക്കിയാൽ. ഇവിടെ എനിക്ക് 2 ആഴ്ചത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു, നാഷണൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. 2 ആഴ്ചത്തെ ക്യാമ്പിന് ശേഷമാണ് അവര് ടൂർ പോകാനുള്ള സ്ക്വാഡ് അനൗൺസ് ചെയ്തത്. ക്യാമ്പിൽ തന്നെ ഇപ്പോ ഞാൻ അല്ലാതെ വേറെ 3 മലയാളികളുണ്ട് പ്ലെയേഴ്സ്. അവർ 3 സിസ്റ്റേഴ്സ് ആണ്. മലയാളികളാണ്. ഫിസിയോ മലയാളിയാണ്. പിന്നെ നമ്മള് കൂടുതലും ഇന്ത്യൻസ് തന്നെയാണ് ടീമില്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് തമ്മിലൊരു ബോണ്ട് ഉണ്ട്, എല്ലാവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും നല്ലൊരു വൈബ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് മാച്ചസ് വരുമ്പോഴും. പിന്നെ കോച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. ഞാൻ അഹമ്മദ് റാസ സർ ആണ് നമ്മുടെ ഹെഡ് കോച്ച്. സോ സർ ഫോമർ UAE പ്ലെയർ ആയിരുന്നു. സോ അവരുടെ കീഴിൽ വളരെ ഒരു നല്ല ടീമാണ് UAE ഇപ്പൊ പോകുന്ന ടീം. ഒരു ഫെയർലി യങ് സൈഡ് ആണ് നമ്മള്. സോ അതുകൊണ്ട് തന്നെ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു വിൻ ഓൾ ദ ഗെയിംസ്.
കെസിയ, ഈ കെസിയയിലെ ക്രിക്കറ്ററെ അത് ആദ്യം ആരാണ് കണ്ടെത്തിയത്? എൽദോ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും പെൺകുട്ടികൾ അധികം നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്ത് പ്രത്യേകിച്ച് ക്രിക്കറ്റിലേക്കൊക്കെ വരുന്നത് വളരെ കുറവാണ്. അപ്പം ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടുണ്ട്. എന്നാലും കെസിയയിലെ ആ ഒരു ക്രിക്കറ്റർ അത് ആരാണ് കണ്ടെത്തിയത്? എങ്ങനെ ഈ രംഗത്തേക്ക് എത്തി? ഞാന് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങാൻ കാരണം തന്നെ എന്റെ ഫാദറാണ്. പപ്പ വളരെ വലിയൊരു ക്രിക്കറ്റ് എൻതൂസിയാസ്റ്റ് ആണ്, ക്രിക്കറ്റ് ജേർണലിസ്റ്റും കൂടിയാണ്. അപ്പോ പപ്പ എന്റെ അനിയൻ ഷോണിനെ കളിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിന് കൂടെ ഞാൻ ജോയിൻ ചെയ്തതാണ് അനിയന്റെ കൂടെ. പിന്നെ ഒരു പോയിന്റിനപ്പുറം ആയപ്പോഴത്തേക്കും എനിക്ക് ഡിസ്ട്രിക്ട് ടീമിൽ സെലക്ഷൻ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ടീമിൽ സെലക്ഷൻ ആണ്. 16 കാറ്റഗറിയിൽ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യം സെലക്ഷൻ കിട്ടിയത്. അവിടെ നിന്നാണ് പ്രൊഫഷണലി കളി എടുത്തത്. ഓക്കെ കെസിയ, അതിനുശേഷം ഈ കൂടുതൽ വൈദഗ്ധ്യം തേടി പോയി, അതായത് ഈ രാഹുൽ ദ്രാവിഡ് അക്കാദമിയിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അവിടുത്തെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു കെസിയ? ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്ത ഒരു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ രാഹുൽ ദ്രാവിഡ് സാറിനെ 6 ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് ബാംഗ്ലൂരിലേക്ക് ഞാൻ മൂവ് ചെയ്തിരുന്നു. അവിടെ ഒരു 1 year പ്രാക്ടീസ് ചെയ്തിരിക്കവെയാണ് എനിക്ക് രവിശാസ്ത്രി സാറിന്റെ അക്കാദമിയായ കോച്ചിങ് ബിയോണ്ട് ചെന്നൈയിലെ ഒരു 3 year സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ എനിക്ക് അവിടെ കിട്ടി. അവിടെ പ്രാക്ടീസ് ചെയ്യവേ അവിടെ ഒരു 1 year കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് UAE വരാനുള്ള നാഷണൽ ക്യാമ്പിലേക്ക് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് എനിക്കത് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോ ക്യാമ്പിൽ ജോയിൻ ചെയ്തത്. കെസി ഇപ്പോൾ ഒരു 7 വർഷമായി ഈ കരിയർ രംഗത്തുണ്ട്. ആ ഒരു കരിയർ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. UAE ടീമിലേക്ക് ഇടം നേടാനായി എന്നുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിനിടയിലുണ്ടായ ഒരു മറക്കാനാകാത്ത അനുഭവം അതെന്തായിരിക്കും? ഈ 7 വർഷം എന്ന് പറയുമ്പോൾ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫെയിലിയേഴ്സ്, അതായത് സക്സസിനേക്കാളും കൂടുതൽ ഫെയിലിയേഴ്സ് ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കും നാട്ടിൽ ഞാൻ കേരള അണ്ടർ-19 റെപ്രസെന്റ് ചെയ്തിരുന്നു 2 സീസൺ. അപ്പൊ അതിലും ടീമിൽ വരുമായിരുന്നു. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ള സീസൺ ഞാൻ റെപ്രസെന്റ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ടീമിൽ കിട്ടില്ല, അപ്പൊ അങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ്സും, പിന്നെ നമുക്ക് എന്താ പറയാ ഒരു പോയിന്റിൽ ക്രിക്കറ്റ് സ്റ്റോപ്പ് ചെയ്യാം എന്നൊരു ഫീൽ വരെ വന്നിരുന്നു. അപ്പോഴും അതിൽ നിന്ന് നമ്മൾ തിരിച്ച്, അപ്പൊ എന്റെ ഫാദറും മദറും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് അത് വി കീപ് വർക്കിംഗ് ഹാർഡ്, റിസൾട്ട്സ് വിൽ ഫോളോ. നമ്മൾ വി ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റിസൾട്ട്സ് തന്നെ വരും. അതിന്റെ ഒരു അതങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിപ്പോ അതിന്റെ ഒരു റിസൾട്ട് വരുന്നു എന്ന് ഞാനും എന്റെ കുടുംബവും വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും കെസിയുടെ ഒരു വലിയൊരു പ്രയാണമാണ്. ആ പ്രയാണത്തിന്റെ ഒരു നല്ലൊരു അവസരത്തിലേക്ക് എത്തി. കാരണം UAE ടീമിലെ, അത് ഇന്റർനാഷണൽ ടീമിലേക്ക് വരിക എന്ന വലിയ കാര്യമാണ്. കെസിയ, ഇതിനും അപ്പുറത്തേക്ക് ഒരു സ്വപ്നമുണ്ടോ കെസിയയ്ക്ക്? ഒരു ഇന്റർനാഷണൽ ടീം കളിക്കുന്നു, പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഉണ്ടാവുമല്ലോ സ്വപ്നങ്ങൾ, ഇങ്ങനെ മല പോലെ നിൽക്കുകയല്ലേ? ഞാൻ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത സമയം എന്റെ ഏറ്റവും വലിയ ഡ്രീം ഓഫ്കോഴ്സ് എല്ലാരെയും പോലെ തന്നെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യണം എന്നായിരുന്നു. ബട്ട് നമ്മൾ ചിലപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോഴായാലും നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും ചില സാഹചര്യത്തിൽ വി ഷുഡ് തിങ്ക് വൈസ്ലി, വി ഷുഡ് തിങ്ക് പ്രാക്ടിക്കലി. അപ്പൊ എനിക്ക് അവിടെ നിൽക്കവേ ഞാനൊരു ഏറ്റവും ലോ ആയിട്ട് നിന്നൊരു പോയിന്റിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പൊ നമ്മളെല്ലാരും ചിന്തിച്ചപ്പോൾ ഇത് തട്ടിക്കളയുന്നത് വളരെ ഒരു മണ്ടത്തരമായിരിക്കും. ബിക്കോസ് ഇതൊരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ടു റെപ്രസെന്റ് എ നേഷൻ, ടു റെപ്രസെന്റ് എ കൺട്രി, എസ്പെഷ്യലി ടു റെപ്രസെന്റ് എ കൺട്രി വിച്ച് ഐ വാസ് ബോൺ ഇൻ. അപ്പോ അവിടെ അവർക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുക, ഇനിയിപ്പോ UAE വേണ്ടി കളിക്കുക, UAE വേണ്ടി മാച്ചസ് ജയിക്കുക, UAE വേൾഡ് കപ്പിലേക്ക് എടുക്കുക എന്നുള്ളതാണ് എന്റെയും നമ്മുടെ ടീമായിട്ടുള്ള ഒരു ആഗ്രഹം. ഇപ്പൊ എന്തായാലും നേരത്തെ എൽദോ സൂചിപ്പിച്ചു കെസിയുടെ ഫാദറിനെ അറിയാമെന്നുള്ളത്. ഈ കെസി നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ കെസിയുടെ വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഫാദർ തന്നെയാണെന്ന് പറയുകയും ചെയ്തു. ഫാമിലിയാണ്. അപ്പൊ ആ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് എൽദോ, അത് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതാണ്. സ്വാതന്ത്ര്യ സമര പോരാളിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചെറുമകന്റെ മകൾ കൂടിയാണ് കെസിയ. അപ്പൊ ഒരു വലിയ പാരമ്പര്യം കൂടി ആ ഫാമിലിക്ക് പറയാനുണ്ട്. അതിന്റെ വിശേഷങ്ങൾ കൂടി ഞങ്ങളോട് പങ്കുവെക്കാമോ കെസിയ? എന്റെ ഫാമിലി, ഞാൻ വക്കം മൗലവിയുടെ ഗ്രാൻഡ് സൺ ആണ് എന്റെ ഫാദർ. അപ്പൊ ഞാൻ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ ആണ്. സോ അങ്ങനെ ഒരു വലിയൊരു ലെഗസി ഉള്ള ഒരു ഫാമിലിയാണ് എന്റെ ഫാദറിന്റെ ഫാമിലി, വിച്ച് ഇസ് മൈ ഫാമിലി. അത്
എപ്പോഴും വളരെ ഒരു പ്രൈഡ് വരുന്ന കാര്യമാണ്. ആൻഡ് എന്റെ മദറിന്റെ സൈഡ്, മദറും ഫാദറും എല്ലാം ഒരു ലിറ്റററി ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. എന്റെ ഫാദർ ഒരു നോവലിസ്റ്റ് ആണ്. രണ്ടുപേരും, എന്റെ അച്ഛനും അമ്മയും ജേർണലിസ്റ്റ് ആയിരുന്നു, ഇവിടെ UAE-യിലായിരുന്നു. സോ അതും സ്പോർട്സ് എപ്പോഴും നമ്മുടെ ഫാമിലിയിലെ ഒരു ഭാഗമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും സ്പോർട്സ് എന്റെ അനിയനും ഞാനും വളരുമ്പോ തന്നെയും എപ്പോഴും ക്രിക്കറ്റും സ്പോർട്സും ഈവൻ ലിറ്ററേച്ചറും എല്ലാം നമ്മുടെ കൂടെ വളർത്തിയെടുത്തൊരു സാധനമാണ്. ഓക്കെ, എന്നാലും ഈ അനിയനൊപ്പം ഒക്കെ ക്രിക്കറ്റ് കളിച്ചു എന്നറിയാം. ഇനി അണ്ടർ 19 ടൂർണമെന്റിൽ ഈ 2 തവണ കേരളത്തിന് വേണ്ടി KC കളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ആരൊക്കെയായിരുന്നു ഒപ്പോസിഷൻ, ആരൊക്കെയായിരുന്നു എതിരാളികൾ? അതിനെക്കുറിച്ച്, ആ മത്സരങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഞാൻ 2 സീസണായിട്ടാണ് അണ്ടർ 19 റെപ്രസെന്റ് ചെയ്തത്. കാറ്റഗറി ക്രിക്കറ്റ് ആയിരുന്നു അണ്ടർ 19. അതിൽ നമ്മള് ഹരിയാന, ബറോഡ, മിസോറാം, മണിപ്പൂർ എന്നിവയുള്ള മറ്റുള്ള സ്റ്റേറ്റ്സ് ആയിട്ടും മാച്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ ടീമായിട്ട് തന്നെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറച്ച് മാച്ചസ് തോറ്റുപോയി. ബട്ട് ആസ് എ ടീം, നമ്മുടെ അണ്ടർ 19 കേരള ടീം, ഞാൻ കളിച്ചിരുന്ന ടീം വളരെ നല്ലൊരു ടീമായിരുന്നു. കെസിയുടെ ഒരു ഹീറോ അതാരാണ്? എന്റെ ഹീറോ എന്ന് പറയാനാണെങ്കിൽ എനിക്ക് എന്റെ ഫാദർ തന്നെയാണ്, എന്റെ പപ്പയാണ്. ബിക്കോസ് എല്ലാ കാര്യത്തിലും ഈ ഒരു 7 years പല സ്ഥലത്ത് എനിക്ക് ഈ ഒരു ജേർണി എനിക്ക് മതിയായി, അല്ലെങ്കിൽ എനിക്ക് മടുത്തു എന്ന് തോന്നിയപ്പോഴും പപ്പയായിരുന്നു that kept me going. He had it in him to പുഷ്. ആ ഒരു പെർസിവിയറൻസ് പപ്പയ്ക്കുണ്ടായിരുന്നു. ആ പപ്പയുടെ ആ ഒരു സ്പിരിറ്റ് ആണ് എന്നിലേക്ക് കിട്ടിയതും എന്നിലേക്ക് തന്നതും ടു ടേക്ക് ദ ജേർണി ഫോർവേഡ്. ഓക്കെ, ഇതിന് അപ്പുറത്തേക്ക് ഈ അഹമ്മദ് റാസ എന്നൊരു പരിശീലനത്തിലേക്ക് എത്തിയത് വളരെ ഒരു നിർണായകമായിരുന്നു KCക്ക്. എങ്ങനെയാണ് അഹമ്മദ് റാസ എന്ന പോയിന്റിലേക്ക് എത്തിയത്? സാറ് ഫോമർ UAE പ്ലെയർ ആയിരുന്നു. അത് കഴിഞ്ഞ് സാറിന് പ്ലേയിങ് പ്രൊഫഷൻ മാറിയപ്പോൾ സാറ് ഇപ്പൊ UAE വിമൻസ് ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് വന്നു. അങ്ങനെ സാറ് ഹെഡ് കോച്ചായിട്ട് അപ്പോയിന്റഡ് ആയ സമയത്താണ് എന്റെ ബാറ്റിംഗ് വീഡിയോസ് സാറിൽ എത്തുന്നത്. അപ്പോൾ സാർ കണ്ടിട്ടാണ് സാറാണ് പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് സാറ് പറയുന്നത് നാഷണൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, ജോയിൻ ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു കണക്ഷൻ വന്നത്. അപ്പൊ കെസിയ, എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ് അല്ലെ. നന്നായി കളിച്ച് മുന്നേറാൻ കഴിയട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവിട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. Thank you very much for having me. Thank you Kesiya, thank you so much. Okay, thank you. കെസിയയുടെ ഫാദർ ഞാൻ പറഞ്ഞത് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം. ഈ പറയുന്ന പോലെ കെസിയ പറഞ്ഞ പോലെ തന്നെ ഈ ക്രിക്കറ്റ് ഇങ്ങനെ അരച്ച് കലക്കി കുടിക്കുന്ന പറയില്ലേ, അതുപോലെ. മാത്രമല്ല അദ്ദേഹം ദീർഘനാൾ UAE-യിൽ മാധ്യമപ്രവർത്തകനായിരുന്നു. അപ്പം അങ്ങനെ കുറച്ചു കാലമാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്, ഏതാണ്ട് ഒരു വർഷക്കാലം. ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ എൽദോയ്ക്കും ഒരുപക്ഷെ ഒരുപാട് ഇൻഫർമേഷൻ ആയിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നത് 2011-ലാണ്. 2011 കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി തുടങ്ങി 2 വർഷമാവുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആംഗിളിൽ അദ്ദേഹം പറയുന്ന ഇൻഫർമേഷനൊക്കെ ഞാൻ ഇങ്ങനെ അമ്പരപ്പോടെ നോക്കി കാണുമായിരുന്നു, ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ കേട്ടിരിക്കുമായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ UAE-യിൽ നിൽക്കുന്നൊരു മാധ്യമപ്രവർത്തകരുടെ ഗുണം അത് ആ സമയത്ത് ഇപ്പോൾ ഷാർജ കപ്പ്, അത്തരം ഒരുപാട് ടൂർണമെൻറ്റുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന സമയം കൂടിയാണ് ആ സമയത്ത്. അപ്പോൾ ആ സമയത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഈ TV-യിലോ അല്ലെങ്കിൽ പിന്നീട് വായിച്ചറിഞ്ഞതൊക്കെ ഉള്ളൂ. അപ്പൊ അത് നീ അനുഭവിച്ച ഒരു അപൂർവ വ്യക്തികളിലൊന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് സബിചേട്ടൻ എനിക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയാത്തതും ഓർമ്മിച്ചെടുത്തത്. ഇപ്പൊ കെസിയ പറഞ്ഞപ്പോഴും ശ്രദ്ധിച്ചില്ലേ, ഇപ്പം ഹീറോ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറപ്പായും ഒരു ക്രിക്കറ്ററിനെയാണ് പ്രതീക്ഷിച്ചത്. അതെ, പക്ഷേ ഞെട്ടിച്ചു കളഞ്ഞു. പുള്ളിക്കാരി ചൂസ് ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് പുള്ളിക്കാരിയുടെ ഫാദറിനെ തന്നെയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇൻഫ്ലുവൻസ്, എത്രത്തോളം ഇൻസ്പിറേഷൻ പുള്ളിക്കാരിയുടെ ഫാദർ നൽകിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് എന്ന് ഉള്ളത്. എന്തായാലും നമുക്കും വലിയ അഭിമാനവും സന്തോഷവുമാണ് കെസിയ UAE ടീമിൽ ഇടം നേടിയതിൽ. എന്തായാലും കെസിയയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് അല്ലേ. ബർത്ത്ഡേ
ബർത്ത്ഡേ ആനിവേഴ്സറി പിന്നെ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെ യദുവിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചല്ലേ? നമ്മൾ വളരെ വിപുലമായി ആഘോഷിച്ചിരുന്നു. എന്തായാലും അതുപോലെ തന്നെ ഇന്നും ബർത്ത്ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം കുറച്ച് ആളുകളൊക്കെ കുറച്ച് മിടുക്കികൾ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരിലേക്ക് എത്താമെന്ന് തോന്നുന്നു. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഈ ആശംസ ഒരുപാട് പേര് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ബർത്ത്ഡേ ആശംസകൾ നമ്മോടൊപ്പം പങ്കുവെക്കണം എന്നുള്ളത്. പക്ഷേ ഈ ഒരുപാട് എണ്ണം നമുക്ക് പലപ്പോഴും എടുക്കാൻ കഴിയാറ്. കാരണം 1.5 മണിക്കൂർ ബുള്ളറ്റിനിടയിൽ നമുക്ക് മറ്റു വാർത്തകളൊക്കെ പോകണമല്ലോ. അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ നമ്മൾ മാത്രമല്ല ചില ദിവസങ്ങളിൽ എൽദോ നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇത്തരത്തിൽ ബ്രേക്കിംഗ് വാർത്തകൾ വരുന്നത്. അപ്പൊ നമ്മൾ ഈ സെഗ്മെന്റ് കേറാതെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും പല കാർഡുകൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ദയവേത് ക്ഷമിക്കുക, അത്തരം പരിഭവം വേണ്ട, ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതി കേട്ടോ. അതെ, തീർച്ചയായും. എന്തായാലും ഇനിയും കുടുംബത്തിൽ മറ്റാരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേരാവുന്നതാണ്. അതെ, എന്തായാലും ഇന്ന് ആദ്യം ഈ സെഗ്മെന്റിൽ നമുക്കൊപ്പം ചേരുന്നത് ദേവശ്രീയും ദേവികയുമാണ്. എൽദോ ഇവർ ട്വിൻസ് ആണ്. അതെ, ഇരട്ട ആഘോഷമാണ്. ഇവരുടെ 14ാമത്തെ ബർത്ത്ഡേ ആണ്. ഇത്തവണ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഞാൻ പറയാം. കാരണം ബർത്ത്ഡേ ആഘോഷിക്കാൻ വെച്ച പൈസ അവർ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുകയാണ്. വലിയൊരു കാര്യമാണ് ഈ കുഞ്ഞു മക്കൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യം തന്നെ അഭിനന്ദനം. ഒപ്പം ഹാപ്പി ബർത്ത്ഡേ ദേവിക ആൻഡ് ദേവശ്രീ. ഒരുപാട് സന്തോഷം. രാവിലെ ഇങ്ങനെ ചിരിച്ച് സുന്ദരികളായിട്ട് ഇരിക്കുന്നു. എങ്ങനെയാ സ്കൂളില് ക്ലാസ്സിലൊക്കെ പോണ്ടേ? ആഹാ, പരീക്ഷാ ദിവസമായി പോയില്ല. എങ്ങനെയാ അപ്പൊ ചെലവൊക്കെ ഉണ്ടോ സുഹൃത്തുക്കൾക്ക്? ഓക്കെ, മൊത്തം വയനാട്ടിലേക്ക് മാറ്റി വെച്ചതുകൊണ്ടാണോ? അതെല്ലാം കൊടുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരാ അങ്ങനത്തെ ഒരു ആശയം പറഞ്ഞ? ദേവികയാണോ ദേവശ്രീയാണോ? നമ്മള് രണ്ടാളും പറഞ്ഞതാ. ഈ ഇരട്ടകളാവുമ്പോൾ എപ്പോഴും മനസ്സും ഒരേപോലെ ആയിരിക്കും ആലോചിക്കുക. അത് ചിലപ്പോ രണ്ടാളുടെയും തീരുമാനങ്ങൾ ഒരുപോലെ തന്നെ വരാറ്. ആണോ? ബാക്കി കാര്യങ്ങളൊക്കെയോ? പഠനത്തിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എങ്ങനെയാ? നമ്മള് ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്, ഇവള് പാട്ട് പാടും. പിന്നെ നമ്മൾ രണ്ടാളും ചെണ്ട കൊട്ടാറുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും രണ്ടുപേർക്കും ഒരേപോലെയാണോ ടേസ്റ്റ് ഒക്കെ? അല്ല, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. വീട്ടിലാരൊക്കെയാ ദേവിക ദേവശ്രീ? അമ്മയുണ്ട്, അച്ഛനുണ്ട്, മാമനുണ്ട്, ഞങ്ങൾ രണ്ടാള്, പിന്നെ അച്ഛൻ മരണപ്പെട്ടു പോയി. ഈ വയനാട്ടിലെ ഈ ദുരന്തമൊക്കെ കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി അല്ലേ? അതെ, നമ്മള് അത്രയും പ്രതീക്ഷിക്കാതെ ഒരു ഓവർനൈറ്റിൽ സംഭവിച്ച ഒരു കാര്യല്ലേ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ അമ്മ വെക്കുന്ന ന്യൂസ് എങ്ങനെ, അപ്പൊ കേട്ടപ്പോ കൊറേ സങ്കടമായിപ്പോയി. അപ്പം ഈ സ്കൂൾ വഴിയാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾ ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തത്? അതെ, നമ്മളെ NCCയില് ആ പൈസ, നമ്മളൊരു പൈസ എപ്പോഴും സൂക്ഷിച്ചു വെക്കാറുണ്ട് കേക്ക് വാങ്ങാനൊക്കെ. അപ്പം NCCയില് ഒരു ദിവസം സാർ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, അങ്ങനെ നമുക്കൊരു സഹായം പോലെ ചെയ്യാം, അപ്പൊ ആർക്കെല്ലാം താല്പര്യമുള്ളത് അവർക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് ആ പൈസക്ക് നമ്മള് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുവായത്. ശരി, അപ്പോ താങ്ക് യു സോ മച്ച്. ഇതിൽ ആരാ ദേവിക, ഇതിൽ ആരാ ദേവശ്രീ? ഇത് ദേവിക, ഞാൻ ദേവശ്രീ. ഓക്കെ, അപ്പൊ രണ്ടുപേരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി പറയുന്നത് വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പരീക്ഷ വന്നിട്ട് എഴുതണം കേട്ടോ. ഓക്കെ. അപ്പോ ദേവിക്കും ദേവശ്രീ, ഇനി നമ്മൾ വേറെ മറ്റ് ബർത്ത്ഡേ വിഷസിലേക്ക് കൂടി കടക്കുകയാണ്. കരുനാഗപ്പള്ളി സ്വദേശി സ്നേഹ വിനീഷ് ദമ്പതികളുടെ മകൻ നീരവാണ്. നീരവ്, ഹാപ്പി ബർത്ത്ഡേ നീരവ്. കുഞ്ഞു മിടുക്കനാണ് നീരവ്. അതെ, നീരവ് ഇന്ന് 1ാം ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പം നീരവിനൊരു സ്നേഹ നാട്ടിലുണ്ട്, പക്ഷെ വിനീഷ് എനിക്ക് തോന്നുന്നു വിനീഷ് വിദേശത്താണ്. അപ്പോ വിനീഷ് വിദേശത്ത് നിന്ന് നീരവിന് എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പൊ ന്യൂസ് 18ന്റെ വകയും നീരവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത് ആകാശും മീനാക്ഷിയുമാണ്. അവർ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരാണ് അല്ലേ? അതെ അതെ, നല്ല അടിപൊളി ഒരു ഫോട്ടോ അല്ലേ? നല്ല ക്യൂട്ട് കപ്പിൾസ്. അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതോടൊപ്പം ഇനിയുണ്ട് 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് വിനോദും അഞ്ജലിയും. അപ്പോൾ രണ്ടുപേർക്കും ഒരു കുഞ്ഞു മോനെ ഉണ്ട്, നമുക്ക് ഫ്രെയിമിൽ കാണാം. എന്നാൽ രണ്ടുപേർക്കും വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഇനി നമ്മൾ മറ്റൊരു ബർത്ത്ഡേയിലേക്കാണ് പോകുന്നത്. അമ്മു മരിയ ജോർജ് ആണ് നമുക്കൊപ്പം
ഉള്ളത് അമ്മുവിന്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. അമ്മു, ഹാപ്പി ബർത്ത്ഡേ. നല്ലൊരു ബർത്ത്ഡേ, നല്ലൊരു വർഷം തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അമ്മുവിനും നേരുന്നു. ഒരുപാട് ലിസ്റ്റ് ഉണ്ടല്ലോ. അതെ, ഇന്ന് ഒരുപാട് ബർത്ത്ഡേ ഉണ്ട്. കാശിനാഥ് ആണ് അടുത്ത ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചുമിടുക്കൻ. കാശിനാഥിന് ബർത്ത്ഡേ വിഷസ്, അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ന്യൂസ് 18ന്റെ ഭാഗത്ത് നിന്ന്. ജിയ അല്ലെ, ജിയ ജോമിഷ്. ഹാപ്പി ബർത്ത്ഡേ ജിയ ജോമിഷ്. ജിയക്കും എല്ലാവിധ ആശംസയും നേരുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മറ്റൊരു മിടുക്കിയാണ് ജിയ. അതെ, അജ്ന പി ആണ്. അജ്ന പിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. കണ്ണൂർ ഇരിട്ടി പെരുമ്പറപ്പിലെ സ്വദേശിയാണ്. അപ്പോൾ അജ്ന, ഹാപ്പി ബർത്ത്ഡേ. ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫോർമാറ്റ് ഓർത്ത് വെക്കുക. വാട്സപ്പ് ചെയ്യേണ്ടത് സ്പെഷ്യൽ ഡേ, നിങ്ങളുടെ പേര്, ഡേറ്റ്, ഫോൺ നമ്പർ 9346975748 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് പരമാവധി ഉൾപ്പെടുത്താം. ഒരുപാട് വരുമ്പോഴാണ് നമുക്ക് ആദ്യം വന്ന മെസ്സേജുകൾ മാത്രം കൈകാര്യം ചെയ്യേണ്ടി വരിക. ശരി, അതോടൊപ്പം എൽദോ ഒരു കാര്യം കൂടിയുണ്ട്. റിസ എന്ന് പറഞ്ഞ ഒരു കൊച്ചുമിടുക്കി നമുക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമേ ആഗ്രഹിച്ചു, പക്ഷേ ചേരാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ ശ്രമിച്ചു, പക്ഷേ കുറച്ച് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും നിമിഷങ്ങളിൽ നമുക്ക് റിസയ്ക്കൊപ്പം എത്താൻ കഴിയുമോ എന്നറിയില്ല. പിറന്നാൾ കഴിഞ്ഞല്ലേ? അതെ, പിറന്നാൾ കഴിഞ്ഞ ദിവസമായിരുന്നു. എന്തായാലും ബിലേറ്റഡ് വിഷസ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ നമുക്ക് ആഘോഷിക്കാം. ഇത്തവണ അങ്ങ് പോട്ടെ, നമുക്ക് അടുത്ത ദിവസം ഗംഭീരാക്കാം. എന്താണ് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ഡിയർ റിസ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കൂടുതൽ വർത്തമാനങ്ങളിലേക്കൊക്കെ വരാം. ഓക്കെ, ബ്രേക്ക്. ണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ, അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷെ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതെ, സോറി, അതേ പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഒരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ
നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. ഹലോ, ഓക്കെ അല്ലേ? അപ്പം ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസായിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെയും പല രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതേപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷേ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമം മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. അഭിനയം മാത്രമല്ല കൃഷിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു കലാകാരനെ പരിചയപ്പെടാം. ഇനി കൊല്ലം പെരിനാട് സ്വദേശി സത്യപ്രസാദാണ് നാടക, സിനിമ, സീരിയൽ മേഖലകളിൽ നിന്നും കൃഷിയിലേക്ക് തിരിഞ്ഞ് ജീവിത വിജയം നേടിയത്. കോവിഡ് കാലത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ സത്യപ്രസാദ് എന്ന കലാകാരനെ പ്രാപ്തനാക്കിയത് കൃഷിയാണ്. മികച്ച പച്ചക്കറി കൃഷിയിൽ വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ ഓണവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ ചെണ്ടുമല്ലിയിലും 100 മേനി വിജയം ആവർത്തിക്കാനായി. തൃശൂർ മണ്ണുത്തി സർവകലാശാലയിൽ നിന്നും 2000 മൂട് ചെണ്ടുമല്ലി തൈകൾ കൊണ്ടുവരികയും ഇവിടെ കൃഷി ചെയ്യുകയുമായിരുന്നു. തൃശൂർ മണ്ണുത്തി പോയി ഒരു 2000-ഓളം ബന്ധിത്തൈ കൊണ്ടുവരികയും ഇപ്പോൾ ഈ കൃഷി ചെയ്യാതിട്ടിരുന്ന സ്ഥലത്ത് പൂക്കൃഷി ആരംഭിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു വിളവെടുപ്പ് സമയമാണ്. വീട്ടുകാരുടെ സഹായം, എൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും എല്ലാവരും ഈ കൃഷിയിൽ നല്ല സഹായം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് മറ്റു ജോലിക്കാരെ നിർത്താതെ ഈ കൃഷി ചെയ്യാൻ കഴിയുന്നത്. പ്രൊഫഷണൽ നാടകവേദിയിലും സിനിമ, സീരിയൽ രംഗത്തും സജീവമായിരുന്ന സത്യപ്രസാദ് 10 വർഷത്തോളം പ്രവാസ ജീവിതം നടത്തിയെങ്കിലും നാട്ടിലെത്തി കൃഷിയിലൂടെ ലഭിക്കുന്ന ആത്മസന്തോഷം ഒന്നിലും ലഭിച്ചിരുന്നില്ലെന്ന് പറയുന്നു. ഓണക്കാലമായതിനാൽ മിതമായ നിരക്കിൽ പൂക്കളും നൽകുന്നു. സത്യപ്രസാദിന്റെ കൃഷിയിടത്തിൽ പൂക്കൾ കൂടാതെ റെഡ് ലേഡി പപ്പായ, മരച്ചീനി, വാഴക്കുലകൾ, ചേമ്പ്, ചേന തുടങ്ങിയ നാടൻ പച്ചക്കറികളും ലഭ്യമാണ്. ജൈവവള പ്രയോഗത്തിലുള്ള സത്യപ്രസാദിന്റെ കൃഷിരീതിക്ക് നാട്ടിൽ നല്ല സ്വീകാര്യതയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഉത്പാദനം 5-1 ചുരുങ്ങിയതോടെ കണ്ണീരിലായിരിക്കുകയാണ് ഇടുക്കിയിലെ തേയില കർഷകർ.
ഏറ്റവും കൂടുതൽ കൊളുന്തുൽപാദനമുള്ള ഈ സീസണിൽ 2000 കിലോയ്ക്ക് മുകളിൽ പച്ചക്കൊളുന്ത് കിട്ടിയിരുന്ന കർഷകന് ഇപ്പോൾ ലഭിക്കുന്നത് 500 കിലോ മാത്രമാണ്. കൃത്യമായി 15 ദിവസം കൂടുമ്പോൾ പച്ചക്കൊളുന്ത് എടുത്തിരുന്ന കർഷകർക്ക് ഇപ്പോൾ ഒരു മാസമായാലും തേയിലച്ചെടിയിൽ നിന്ന് കൊളുന്ത് കിട്ടാത്ത സാഹചര്യവുമുണ്ട്. ഇടുക്കിയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയാണ് കൊളുന്തുൽപാദനം കുറയാൻ കാരണം. പച്ചക്കൊളുന്തിന് 20 രൂപ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം കുറഞ്ഞതിനാൽ വിൽക്കാൻ കർഷകന്റെ കയ്യിൽ ഉൽപ്പന്നമില്ല. ഉൽപാദനം കൂടിയാൽ വില കൂപ്പുകുത്തി 10 രൂപയിലെത്തുകയും ചെയ്യും. വൻകിട കർഷകർക്കിപ്പോൾ 27 രൂപ വരെ പച്ചക്കൊളുന്തിന് ലഭിക്കുന്നുണ്ട്. കൊളുന്തെടുക്കുന്ന കൂലി കിലോയ്ക്ക് 8 രൂപ വീതം കൊടുക്കണം. വളത്തിനും കീടനാശിനിക്കും പൊള്ളുന്ന വിലയാണ്. ഈ ചിലവുകളെല്ലാം കഴിഞ്ഞ് തേയില കർഷകർക്ക് ബാക്കിയൊന്നും കിട്ടുന്നില്ലെന്നതാണ് സ്ഥിതി. കയ്യിൽ നിന്ന് പണം ചെലവാക്കി കൃഷി തുടരേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. പീരുമേട്ടിലെ ചെറുകിട തേയില കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. പച്ചക്കൊളുന്ത് ഉൽപ്പാദനമില്ല. തേയിലയ്ക്ക് പച്ചക്കൊളുന്തിന് വിലയുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കൊളുന്ത് ലഭിക്കേണ്ട സീസണാണ്. വിലയില്ലാത്തതുകൊണ്ട് കൃഷിക്കാരാകെ നട്ടം തിരികെയാണ്. ഇപ്പോൾ ഈ കിലോയ്ക്ക് 20 രൂപ ലഭിക്കുന്നുണ്ട്. 2000 കിലോ പച്ചക്കൊളുന്ത് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കിട്ടുന്നത് 500 കിലോയാണ്. അപ്പോൾ ഇതുമൂലം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ദുരിതത്തിലായ ചെറുകിട കർഷകരെ സഹായിക്കേണ്ട ടീ ബോർഡ് നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്ന പരാതിയും ശക്തമാണ്. വൻകിട തോട്ട ഉടമകളെ ടീ ബോർഡ് സഹായിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ടീ ബോർഡും കനിഞ്ഞാലേ തേയില കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ചെറുകിട കർഷകർ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് പകരം വീട് നിർമ്മിക്കാൻ NOC നൽകാൻ വൈകരുത് എന്ന് എയർപോർട്ട് അതോറിറ്റിക്ക് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. മലപ്പുറം കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ MP-യും MLA-യും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. ആ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കരിപ്പൂർ വിമാനത്താവള വികസന പദ്ധതിയുടെ പേരിൽ കൊണ്ടോട്ടി നഗരസഭയിലും പള്ളിക്കൽ പഞ്ചായത്തിലും 400-ലധികം പേർക്കാണ് വീട് നിർമ്മാണത്തിന് NOC ലഭിക്കാത്തത്. ഇതിൽ വിമാനത്താവള വികസനത്തിനു വേണ്ടി സ്വന്തം കിടപ്പാടം വിട്ടുകൊടുത്തവരും ഉൾപ്പെടും. എയർപോർട്ട് അതോറിറ്റിയാണ് NOC നൽകേണ്ടത്. മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എയർപോർട്ട് അതോറിറ്റിക്കെതിരെ നിശ്ചിത വിമർശനമാണ് ഉയർന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീട് നിർമ്മാണത്തിന് NOC നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് MP E.T. മുഹമ്മദ് ബഷീർ പറഞ്ഞു. NOC കൊടുക്കാത്തതിന്റെ കാരണം പോലും ഇതുവരെ അതോറിറ്റി പറഞ്ഞിട്ടില്ല. അല്ല, അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള നിലപാട്. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നും പറയുന്നില്ല. ഞങ്ങൾ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇവർ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് ബോധ്യമായി. കാര്യം പലർക്കും NOC കിട്ടാത്തതിന്റെ ഫലമായി വീട് വെക്കാൻ നിവൃത്തിയില്ല. ഒന്ന്. രണ്ടാമത് ഗവൺമെന്റിന്റെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും അതിന്റെ ഉള്ളിൽ നിന്നല്ല, ഈ ഏരിയയിൽ തന്നെ നടത്താൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. എയർപോർട്ടിന്റെ കിഴക്ക് ഭാഗത്തുള്ള റോഡ് റസ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടം വരെ നിലനിർത്തണം. റസ നിർമ്മാണം പൂർത്തിയായാൽ പകരം അവിടെ 10 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുകയും വേണം. നിലവിലെ ക്രോസ് റോഡ് നഷ്ടപ്പെടുമ്പോൾ അതിന് പാരലായിട്ട് പകരം ക്രോസ് റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഇപ്പോൾ 3,80,000 രൂപ അതിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ആ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ 10 മീറ്റർ വീതിയുള്ള ഒരു റോഡ് ഇപ്പം നിലവിൽ നഷ്ടപ്പെടുന്ന ക്രോസ് റോഡിന് പകരമായി വേറെ നിർമ്മിച്ചു നൽകും. അതിന്റെ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇന്ന് PWD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അവരതിന്റെ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേസ്റ്റ് വാട്ടർ ഇവിടെ MP പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. വിമാനത്താവളത്തിലെ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതടക്കമുള്ള പല പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. വിമാനത്താവള വികസനത്തിനായി 72.85 കോടി രൂപ ചെലവഴിച്ച് പള്ളിക്കൽ വില്ലേജിൽ 5.56 ഏക്കറും നെടിയിരുപ്പ് വില്ലേജിൽ 6.9 ഏക്കറും കണക്കാക്കി 12.48 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള അതോറിറ്റിക്ക് ഏറ്റെടുത്തു നൽകിയത്. ന്യൂസ് 18 മലപ്പുറം. പത്തനംതിട്ട കോന്നിയിലെ വകയാർ സ്വാശ്രയ വിപണി കർഷകർക്ക് എന്നും ആശ്വാസമാണ്. ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്ന് നേരിട്ട് കാർഷിക വിളകൾ ശേഖരിച്ച് കച്ചവടക്കാർക്ക് നൽകുന്നതിനാൽ കർഷകർക്ക് ന്യായവില ലഭിക്കുന്നു എന്നതാണ് ഈ വിപണിയുടെ പ്രത്യേകത. 20 വർഷമായി കർഷക കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന വിപണി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച വിപണികളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടുത്തെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ശശിനാരായണൻ ചേരും. ആദ്യം നമുക്ക് ചില പ്രതികരണങ്ങൾ കേൾക്കാം.
ഇതിന് ഒരു പെർസെൻറ്റേജ് സൊസൈറ്റികൾ വിപണികൾ എടുക്കുന്നുണ്ട്. ഇവർ കമ്മീഷൻ പോലെ കൊണ്ടുവരുന്ന കർഷകരോട് അത് ഒരു വർഷത്തെ മൊത്തം കണക്കാക്കി ഒരു ലാഭം ഉണ്ടാവും. ആ ലാഭത്തിൽ നിന്ന് ചെലവും മറ്റും കഴിച്ചതിന് ശേഷമുള്ളത് ബോണസായിട്ടും മറ്റ് ആനുകൂല്യമായിട്ടും കർഷകർക്ക് നൽകുന്നതാണ് ഇത് സാധാരണ വിപണിയിൽ കണ്ടുവരുന്നത്. കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അത് തന്നെയല്ല, എല്ലാ സാധനങ്ങളും വിപണിയിൽ വരുന്നു. നാടൻ സാധനങ്ങൾ ഈ അന്യ സംസ്ഥാന സാധനങ്ങൾ വന്ന് മാർക്കറ്റ് തകർക്കുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് ഒരു അത്താണിയാണ് കർഷകരെ സംബന്ധിച്ച് ഈ വിപണികൾ. ഞാൻ കർഷകൻ നില ഇവിടെ വരുന്നെങ്കിലും ഞാനിവിടെ ഒരു വ്യാപാരിയാണ്. ഞാനിവിടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന പതിവാണ് കൂടുതൽ. കാരണം എനിക്ക് എൻ്റെ സ്ഥലത്തുനിന്ന് ഇവിടെ വരെ ട്രാൻസ്പോർട്ടേഷൻ നടത്തി കൊണ്ടുവരുന്നത് ലാഭകരമല്ല. മാത്രമല്ല, എനിക്ക് അത്രമാത്രം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുവാൻ തകണമെന്നുള്ളതില്ല. അത് എൻ്റെ പ്രദേശത്തെ ലോക്കൽ മേലപ്പുറയിൽ തന്നെ അത് വിറ്റഴിയുന്ന ഒരു സ്വഭാവമാണുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ ആവശ്യമുള്ള സാധനം ഞാൻ ഈ വിപണിയിൽ നിന്നും വന്ന് ഞാൻ ഈ വിപണിയിലെ ഏറ്റവും പഴയ ഒരു വ്യാപാരിയാണ്. തുടങ്ങിയ കാലം മുതൽ വരുന്ന ഒരു വ്യാപാരി കൂടിയാണ്. ഈ സംതൃപ്തരാണോ ഇപ്പോൾ ഈ വിപണിയുമായി സഹകരിച്ചു പോകുമ്പോൾ? എങ്ങനെ ഈ കർഷക നിലയ്ക്ക് സഹകരിച്ചു പോകുമ്പോൾ സംതൃപ്തരാണോ? സംതൃപ്തരാണ്, വളരെ സംതൃപ്തരാണ്. ഈ പ്രത്യേകിച്ച് ഈ വിപണിയിൽ എല്ലാ നിലയിലുള്ള ഒരു സഹകരണവും ലഭിക്കുന്ന ഒരു വിപണിയാണ് ഈ വയ്യാറ് വിപണി. അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ കവറേജുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന സ്കീമുകൾ, വാഴ വിത്തുന്നതിന് 10 രൂപ വെച്ചുള്ള സ്കീം. അതിനോടൊപ്പം തന്നെ ഈ ട്രാൻസ്പോർട്ടിങ് ചാർജ് കിലോയ്ക്ക് 50 പൈസ വീതം അത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വിലക്കുറവുള്ളപ്പം ജില്ലയിലെ മൊത്തം വിപണികളുടെയും മൊത്തത്തിലുള്ള വില തറവില നിശ്ചയിച്ചിട്ട് അതിൽ നിന്ന് കുറവ് വരുന്നതാണ്. 50 രൂപ മാർക്കറ്റ് വില തറവില നിശ്ചയിച്ച് കഴിഞ്ഞാൽ 35 രൂപ നടന്നുണ്ടെങ്കിൽ 15 രൂപ അവർക്ക് ആശ്വാസമായിട്ട് കൊടുക്കും വിലക്കുറവുള്ള സമയങ്ങളിൽ. അതാണ് മെയിനായിട്ട് നമ്മൾ അവരെ ചെയ്യുന്ന സഹായം അതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വിപണിയുടേതായ ഒരുപാട് സർവീസുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജൈവവളങ്ങൾ വിൽക്കുന്ന ഒരു ഡിപ്പോ നമുക്കുണ്ട്. ശശി നാരായണൻ നമ്മളൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശശി, ഗുഡ് മോർണിംഗ്. ഈ കോന്നിയിലെ വകയാർ സ്വാശ്രയ വിപണി അത് കർഷകർക്ക് വലിയ ആവേശമാണ്, സന്തോഷമാണ് എന്നുള്ളതിൽ അത് പ്രതീക്ഷ നൽകുന്നതാണ്. പ്രത്യേകിച്ചും ഇടനിലക്കാരില്ലാതെ നേരിട്ട് അത്തരം ഒരുപാട് വിപണികളുണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയായി നടക്കുന്നു എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത് എപ്പോൾ മുതലൊക്കെയാണ് ആരംഭിക്കുക? എങ്ങനെയാണ് ശശി അതിലെ പ്രവർത്തനങ്ങൾ ഒക്കെ? ഗുഡ് മോർണിംഗ്. വകയാർ സ്വാശ്രയ വിപണിയെ സംബന്ധിച്ച് പറയുമെങ്കിൽ വളരെ ലാഭകരമായി പോകുന്ന ഒരു വിപണി. അതായത് കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃത്യമായ ന്യായമായ വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ സ്വാശ്രയ വിപണിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പ്രത്യേകത. കാരണം നേരത്തെ ഈ കർഷകർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിളകളായ വാഴ, ചേന, കാച്ചിൽ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുചെല്ലുമ്പോൾ ഒരുപക്ഷെ വ്യാപാരികൾ അതിന് അനുസൃതമായ വില നൽകാതെ ഇവര് നഷ്ടം സഹിച്ച് ഇത് കൊടുക്കേണ്ടതായി വരുന്ന സാഹചര്യം ഈ മലയോര മേഖലയിലെ കർഷകർക്കുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്വാശ്രയ വിപണി കർഷക കൂട്ടായ്മ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി ശേഖരിച്ച് അതൊരു ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് നൽകിക്കൊണ്ട് അത് ലേലം ചെയ്ത് പിന്നീട് കച്ചവടക്കാർക്ക് കൊടുക്കുന്ന രീതിയാണ് ഈ വകയാർ സ്വാശ്രയ വിപണിയിലുള്ളത്. അത് മാത്രമല്ല, കർഷകർക്ക് അവർക്ക് ബോണസ്. ഒരു നിമിഷം, ഇപ്പോൾ PV അൻവർ MLA AKG സെന്ററിലേക്ക് അതിന് ഓപ്പോസിറ്റുള്ള സമുച്ചയത്തിലേക്കാണ് എത്തുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണാനായി PV അൻവർ MLA എത്തുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് ഔദ്യോഗികമായി അതിൻ്റെ കത്ത് നൽകും, പരാതി നൽകുമെന്നുള്ളത്. ഇപ്പോൾ PV അൻവർ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. PV അൻവർ MLA ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഇന്ന് PV അൻവർ MLA ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കാണാനായി എത്തുന്ന വിഷ്വലാണ് ഇപ്പോൾ തൊട്ടു മുമ്പ് കണ്ടത്. എന്താണെങ്കിലും എന്തൊക്കെ വിഷയങ്ങളിൽ എന്തൊക്കെ പാർട്ടി നിലപാട് എന്നുള്ളതാണ് പ്രധാനം. ഒരു സഖാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്തതാണ് എന്നാണ് PV അൻവർ MLA ഇന്നലെ പറഞ്ഞത്. ഇനി ചെയ്യേണ്ടത് പാർട്ടിയാണ്. പാർട്ടി എങ്ങനെയൊക്കെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നുള്ളതാണ് കണ്ട് അറിയേണ്ടത്. PV അൻവർ MLA തൊട്ടു മുമ്പാണ് ഇപ്പോൾ രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണാൻ 8:40 അവിടെ എത്തിയിരിക്കുന്നു. അത് എത്ര സമയം നീണ്ടു നിൽക്കും, ഇനി കണ്ട ശേഷം പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. ഡാൻ കുര്യൻ നമ്മൾക്ക് വിവരങ്ങൾ നൽകും. എന്നാലും തൊട്ടു മുമ്പാണ് PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി കാണാനായി അവിടെ അദ്ദേഹം താമസിക്കുന്ന സമുച്ചയത്തിലേക്ക് എത്തിയത്. KG സെന്ററിന് എതിർവശത്തുള്ള സമുച്ചയത്തേക്ക് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഏതാണ്ട് 35 മിനിറ്റ് 40 മിനിറ്റോളം നീണ്ടുനിന്ന
കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ വലിയ പ്രതികരണത്തിന് അദ്ദേഹം മുതിർന്നില്ല. പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായിട്ടുള്ള ചോദ്യങ്ങൾ, പി ശശിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയില്ല. ADGP MR അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളൊക്കെ പ്രധാനമായും ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവർ MLA ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണാനായി എത്തിയിരിക്കുന്നു. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തൊടുത്തുവിട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ അത് വലുതായിരുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒരുപാട് ചർച്ചകൾ, വിവാദങ്ങൾ ഉയരുകയും ചെയ്തു. ഡാൻ കുര്യൻ ചേരുന്നു നമ്മളോടൊപ്പം. ഡാൻ, അദ്ദേഹം എത്തി, ഇത് ഈ MV ഗോവിന്ദൻ താമസിക്കുന്ന ആ സ്ഥലത്തേക്കല്ലേ എത്തിയത്? ഇത് അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നോ എന്തെങ്കിലും പറഞ്ഞോ കയറിപ്പോയപ്പോൾ? എന്തോ അല്പസമയം മുമ്പാണ് PV അൻവർ MLA ഇവിടേക്ക് എത്തിയിരിക്കുന്നത്, ചിന്ത ഫ്ലാറ്റിലേക്ക്. ഞങ്ങളിപ്പോൾ ഉള്ളത് ചിന്ത ഫ്ലാറ്റിലാണ്. ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ രാവിലെയാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഈ ചിന്ത ഫ്ലാറ്റിൽ എത്തിയത്. രാവിലെ 6 മണിക്ക് ശേഷമാണ് എത്തിയത്. അതുകൊണ്ടാണ് അല്പസമയം വൈകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് PV അൻവർ ഇവിടേക്ക് എത്താൻ. എന്തായാലും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാൻ. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുമായി അദ്ദേഹം ഇതിലെ അരമണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവുകൾ കൈമാറുകയും അതോടൊപ്പം മറ്റ് തെളിവുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൈവശമുള്ള രേഖകൾ, ഫോൺ രേഖകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. സമാനമായ തരത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയ പകർപ്പായിരിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്ക് PV അൻവർ MLA കൈമാറുക. സ്വാഭാവികമായി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തുടർ നീക്കങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും ഒരേ സമയം 2 തരത്തിലും നടപടി എടുക്കാൻ അനിവാര്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ പ്രധാനമായി ADGP MR അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം തെളിവുകളടക്കം കൈമാറിയിരിക്കുന്നതെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായ P ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ സംബന്ധിച്ചായിരിക്കും പരാതി കൈമാറുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം ആഭ്യന്തര വകുപ്പിൽ ADGP MR അജിത് കുമാറിനെതിരെയും പാർട്ടി തലത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും സമാനമായ തരത്തിൽ ഈ ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുക, അതേസമയം പാർട്ടിയെ കൂടി പ്രശ്നത്തിൽ ഇടപെടിക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമായി PV അൻവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോഴും അൻവറിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, അതിനിപ്പോഴും വ്യക്തമായ ഉത്തരം കൈവന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, PV അൻവർ മുന്നോട്ട് വെച്ച ആക്ഷേപങ്ങളിൽ, ആരോപണങ്ങളിൽ, വിമർശനങ്ങളിൽ ഗൗരവതരമാണ് എന്ന മുന്നറിയിപ്പുമായി ഗൗരവതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് എന്ന പിന്തുണയുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. LDF കൺവീനർ KP രാമകൃഷ്ണനും സമാനമായ തരത്തിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളോട് ഈ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച നിർണായകമായി മാറുന്നതും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക്, തിരുത്തലുകൾക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകുമോ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ചിന്ത ഫ്ലാറ്റിൽ MV ഗോവിന്ദൻ മാസ്റ്ററും PV അൻവറും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച സാക്ഷ്യം വഹിക്കുകയാണ്. നിർണായകമായിട്ടൊരു കൂടിക്കാഴ്ചയാണെന്ന തരത്തിൽ യാതൊരു സംശയമില്ല. ഡാൻ, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ LDF കൺവീനർ, പാർട്ടി സെക്രട്ടറി ഒക്കെ PV അൻവറിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. അപ്പോൾ ആ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഒരു ഊർജ്ജം പകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ PV അൻവർ എന്നുള്ള ഒരു MLAക്ക് അപ്പുറം ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം പകരുന്ന ഒരു സൈബർ ഇടത്തെങ്കിലും വലിയ ആവേശം പകരുന്ന ഒരു പോരാളി കൂടിയാണ് അൻവർ. അപ്പോൾ ഈ അൻവറിൻ്റെ അത്തരത്തിലുള്ള സ്വാധീനം കൂടി ഇതിൽ പരിഗണിക്കേണ്ടി വരുമല്ലോ. P ശശിക്കെതിരെ അത്തരമൊരു നിലപാട്, അത് ഇന്നലെയൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു മലബാർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം അത്തരത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിലയിരുത്തുകയുണ്ടായി, സംശയിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ചേർത്ത് വെക്കുന്ന സാഹചര്യമാണ്. ഇതിനൊക്കെ എങ്ങനെ പാർട്ടി അതിനോട് പ്രതികരിക്കുമെന്നുള്ളതും ഒരു കൗതുകരമായിട്ടുള്ള കാര്യമല്ലേ?
ഈ സമാന്തരമായ ഒരു ഭരണ സംവിധാനം അത് കൃത്യമായി തൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന ആക്ഷേപമാണ് ഉയർന്നുകൊണ്ടിരുന്നത്. അവിടെ പി ശശിക്കൊപ്പം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അവർ ഒരുമിച്ച് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ്. അത് പലപ്പോഴും മുഖ്യമന്ത്രി അറിയാതെ പോകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു PV അൻവർ കഴിഞ്ഞ ദിവസം മുതൽ മലപ്പുറത്ത് വെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രൂക്ഷമായ വിമർശനത്തിലൂടെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതികരണവുമായി PV അൻവർ രംഗത്തെത്തുമ്പോൾ അദ്ദേഹം പാർട്ടിക്ക് അതീതമായി പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരെ പടർന്നിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് താനെന്നും പാർട്ടിയുടെ ഭാഗമാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പാർട്ടിയോടുള്ള കൂറ് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തതാണ് ഈ വിവാദത്തിൻ്റെ ആക്കം കൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനത് കാണാതങ്ങ് തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണ സംഘം പോലീസിനെതിരെ ഉയർന്ന മുഴുവൻ ആക്ഷേപങ്ങളും കൃത്യമായി പരിശോധിക്കും എന്ന് പറയുമ്പോഴും ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് അപ്പുറത്തേക്ക് താഴെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ADGP MR അജിത് കുമാറിനേക്കാൾ താഴെയുള്ള തസ്തികകളിലുള്ളവരാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും IG-യുമായ G. സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ADGPയെ ഇവർക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും, അല്ലെ അദ്ദേഹത്തിന് എങ്ങനെ കാര്യങ്ങൾ ചോദിച്ചെടുക്കാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ മൊഴി എങ്ങനെ ഇവർക്ക് എടുക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവിടെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഒരു വശത്ത് നിന്ന് ഉയരുന്നത്. അതോടൊപ്പം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് തന്നെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണമെന്ന ഗൗരവതരമായിട്ടുള്ള വിലയിരുത്തലുകളും മറുവശത്ത് നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. അപ്പോഴും തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാകാതിരുന്നത് കൃത്യമായ ചില വിവരങ്ങളുടെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇതിനു മുൻപും പൊടുന്നനെ എടുത്ത തീരുമാനങ്ങൾ അത് പലപ്പോഴും സർക്കാരിന് പിന്നീട് തലവേദനയായി മാറുന്ന സാഹചര്യമുണ്ട്. TP സെൻകുമാറിനെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് തിടുക്കത്തിൽ മാറ്റുകയും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് വിധേയമായി തിരികെ ആ പദവിയിലേക്ക് കൊണ്ടുവരേണ്ടി വരികയും ചെയ്ത സാഹചര്യമൊക്കെ സർക്കാരിന് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ചടുലമായ തീരുമാനങ്ങളിലേക്കൊന്നും കടക്കാതെ കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രം തുടർ നീക്കങ്ങൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും PV അൻവർ ഒരേ സമയം ADGP MR അജിത് കുമാറിനെയും അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ രൂക്ഷമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ, അതിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയതിലൂടെ ADGP MR അജിത് കുമാറിനെതിരെയുള്ള നീക്കം ശക്തിപ്പെടുത്താനും പാർട്ടി സെക്രട്ടറിക്ക് അതേ പരാതി വീണ്ടും കൈമാറിയതിലൂടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ടുള്ള നീക്കം അത് മറ്റൊരു തരത്തിൽ ശക്തിപ്പെടുത്താനുമുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സമയം സർക്കാരിനും പാർട്ടിക്കും സമാനമായ തരത്തിൽ പരാതി നൽകുകയും അതിന്മേൽ പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആരോപണം ഉയർന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് സർക്കാരിന് മുമ്പിൽ അനിവാര്യതയായി മാറും. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് PV അൻവറിന്റെ ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങൾ വേണം നമുക്ക് ഈ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ. എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ പുറത്തെത്തുമ്പോൾ മാധ്യമങ്ങളോട് ഏത് തരത്തിലായിരിക്കും ഈ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ഉറപ്പായും തിരികെ എത്തുമ്പോൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അദ്ദേഹം കയറിപ്പോയപ്പോൾ തിരികെ വരുമ്പോൾ പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടാണോ പോയത്? ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നു ഡാൻ? ഒരു മറുപടിയുമില്ല, മൗനത്തിൽ ഒതുക്കുകയായിരുന്നു മറുപടി. അദ്ദേഹം സ്വാഭാവികമായി തിരികെ വരുമ്പോൾ മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമുക്കറിയാം. മുഖ്യമന്ത്രിയെ അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്കായി കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന തരത്തിലുള്ള പ്രതികരണമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം തിരികെ MLA ഹോസ്റ്റലിലെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം കൃത്യമായി കാച്ചിക്കുറിക്കിയതുപോലെയായിരുന്നു മറുപടി. താൻ എന്നും പാർട്ടിക്കൊപ്പമാണ്, സർവശക്തനായ ദൈവം മാത്രമാണ് തനിക്ക് പിന്നിൽ എന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ആ രീതിയിലായിരുന്നു പ്രതികരിച്ചത്. അതിനപ്പുറത്തേക്ക് സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിലോ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായി വീണ്ടും ആരോപണം ഉന്നയിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ, ഗുരുതരമായ ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി നിലപാട് വ്യക്തമാക്കാത്തത് ഒരിക്കലും അദ്ദേഹം ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടുള്ളതിൻ്റെ സൂചനയാണ് എന്ന തരത്തിലൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന
ഉറപ്പ് കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം അദ്ദേഹം മാധ്യമങ്ങളുടെ മറ്റു തരത്തിലുള്ള വിവാദമായ പ്രസ്താവനകളൊന്നും നടത്താൻ ഇന്നലെ മുതിരാതിരുന്നത്. സ്വാഭാവികമായി അതേ നിലപാട് തന്നെയായിരിക്കാം പാർട്ടി സെക്രട്ടറിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അദ്ദേഹം സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതൽ. അതിനപ്പുറത്തേക്ക് കൂടുതൽ പാർട്ടിയോ സർക്കാരിനെയോ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളൊന്നും PV അൻവറിന്റെ ഭാഗത്തുനിന്ന് വരാൻ ഇടയില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന് കൈമാറുന്ന ഈ പരാതിയിൽ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾക്കായിരിക്കും നേതൃത്വം നൽകുക, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരമായ തീരുമാനങ്ങളിലേക്ക് കടക്കുമോ? ഇതൊക്കെയാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം PV അൻവർ പാർട്ടി സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ചിന്താ ഫ്ലാറ്റിന് പുറത്തേക്കിറങ്ങും. അവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം എന്നാണ് സൂചന. ചിന്താ ഫ്ളാറ്റിലാണ് ഇപ്പോൾ ആ കൂടിക്കാഴ്ച നടക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് PV അൻവർ MLA. ഇന്നലെ ഏതാണ്ട് 30-35 മിനിറ്റാണ് നീണ്ടുനിന്നത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ഒരുപക്ഷെ എന്താണ് അതിനുള്ളിൽ നടന്നതെന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. ഇന്നത്തെ ഒരു പത്രങ്ങളിലൊക്കെ പൊതു വിലയിരുത്തലുകളിൽ P. ശശി അൻവറിന്റെ ആ ഒരു ഊർജം ഇല്ലാതാക്കി എന്നുള്ള തരത്തിലൊക്കെയാണ് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ അങ്ങനെയാണോ എന്നുള്ളത് ഇപ്പോഴും ഈ പാർട്ടി പ്രവർത്തകർക്കിടയിലും ഒരുപക്ഷെ പല നേതാക്കൾക്കിടയിൽ പോലും സംശയമുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പലർക്കും അവ്യക്തതയുണ്ട്. നമ്മൾ ഈ പറയുന്നതൊക്കെ പലപ്പോഴും അത് ഊഹാപോഹങ്ങൾ, നമ്മൾ ലഭിക്കുന്ന സൂചനകളൊക്കെയാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും ഈ PV അൻവർ എന്നുള്ള വ്യക്തി, അദ്ദേഹം ഇതുവരെ നടത്തിയ രീതികൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ മാർഗങ്ങളൊക്കെ എപ്പോഴും വ്യത്യസ്തമാണ്. തുറന്നടിക്കാൻ ശേഷിയുണ്ട് എപ്പോഴും. മാത്രമല്ല കടുത്ത വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ നടത്തുമ്പോൾ പോലും പാർട്ടി അൻവറിനൊപ്പം നിന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശമൊക്കെ അപ്പോഴും അൻവറിനെ തള്ളി പറയാൻ പാർട്ടി തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മുന്നിൽ കാണണം. PV അൻവറിനൊപ്പം തന്നെ ഈ പാർട്ടി നിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഭൂരിഭാഗം സൈബർ ഇടങ്ങളും പങ്കുവെക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരിക്കുമോ? പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് പരസ്യമായ നിലപാടുകളിലൂടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയത്. അൻവർ മുമ്പോട്ട് വെച്ച ആക്ഷേപങ്ങൾ ഗൗരവമുള്ളതാണ്, അതിൽ ഗൗരവതരമായ അന്വേഷണം നടക്കണമെന്ന് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്റർ നിലപാട് പ്രഖ്യാപിച്ചത് തന്നെ പാർട്ടി പരോക്ഷമായി അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണയുടെ സൂചനയാണ്. അത് ശരിവെക്കുന്ന തരത്തിൽ LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനും ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ പ്രതികരണം, അത് രണ്ടും ചേർത്ത് വായിച്ചാൽ മതി എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. PV അൻവർ നയിക്കുന്ന ഈ പോരാട്ടം തനിച്ചല്ല. PV അൻവറിന് പിന്നിൽ കൃത്യമായി ഇടതുപക്ഷത്തിൽ പാർട്ടി നേതൃത്വത്തിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും ഗുരുതരമായ സർക്കാരിനെ വെട്ടിലാക്കുന്ന ആക്ഷേപങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഉന്നയിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം 40 മിനിറ്റ് നേരം കൂടിക്കാഴ്ച നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനി PV അൻവർ മുൻപോട്ട് വെച്ച ആക്ഷേപങ്ങളിൽ നിന്ന് അദ്ദേഹം അയയുന്ന, മൗനം തുടരുന്ന, പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് വളരെ അപ്രതീക്ഷിതമായി കൈവന്ന ഒരു ഹീറോ പരിവേഷം, അതായത് സർക്കാരിനെതിരെ ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ സർക്കാരിൻ്റെ ഇടത് നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് വിരുദ്ധമായി ഈ ADGP MR അജിത് കുമാർ അടക്കം ചെയ്തു എന്ന് പറയപ്പെടുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ PV അൻവർ എടുത്ത നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയാൽ അത് ഉണ്ടാക്കുന്ന അവമതിപ്പ് ചെറുതായിരിക്കില്ല. അതിനെക്കുറിച്ച് PV അൻവറും സർക്കാരുമൊക്കെ കൃത്യമായി ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരും. ആ നടപടിക്ക് എത്ര കണ്ട് കാലതാമസം. എന്തായാലും നമുക്ക് ഈ വരും സമയങ്ങളിൽ നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം. PV അൻവർ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്പസമയത്തിനകം അദ്ദേഹം ആ ചിന്താ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഡാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ കാത്തു നിൽക്കുകയാണ്. ഈ മോർണിംഗ് വൈബ്സ് പൂർത്തിയാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്താരംഭത്തിൽ ആര്യ ചേരും. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും